Today we are going to discuss about block number 2, TS1, BTS study material. Here you can see the fourth unit, that is tourism system. Tourism system comprises a lot of components regarding traveling tourism industry. Here we can discuss. You can see different kinds of areas related with the tourism system. Here, as a system, we can say a system is comprising a different elements related with the tourism. Here, your booklet page number 6. Please do open your booklet page number 6. There is one title, that is tourism framework. Tourism system has a 4-tier framework. Actually, tourism system എന്ന് പറയുന്നത് നമുക്കൊരു 4-tier ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിൻ്റെ കംപ്ലീറ്റ് ട്രാവലിംഗ് ടൂറിസം ഇൻഡസ്ട്രി എന്താണോ അതിനെ കൃത്യമായി മിനിമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ് ടൂറിസം ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ യു ക്യാൻ സി 4-tier ടൂറിസം ഫ്രെയിംവർക്ക് ഇസ് ദെയർ. ടൂറിസം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, പൊട്ടൻഷ്യൽസ് ഒക്കെ ബേസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ടയർ 1 എന്നുള്ളത് അത് എന്താണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോമസ് കുക്ക് എന്ന് പറഞ്ഞത് 1841 ആകസ്മികമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് തന്നെ 1841 1841 അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ എന്താണ് ടൂറിസം എന്നുള്ള ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തി. അതൊക്കെയും ടൂറിസം ഫിനോമിനൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ടൂറിസം, എന്താണ് ട്രാവലർ, ടൂറിസ്റ്റ് എന്താണ്, എക്സ്കർഷനിസ്റ്റ് എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ടൂറിസം പ്രൊഡക്റ്റ് എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ട് അതിൻ്റെ ടൈപ്സ്, ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് ടൂറിസം ഫിനോമിനൻ ഫസ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അഗെയിൻ ഫിനോമിനൻ ഓഫ് ടൂറിസം. ആക്ച്വലി ടൂറിസം ഫിനോമിനൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡേൺ വേൾഡിൽ എല്ലാ തരത്തിലും ഒന്ന് അവരുടെ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നൊരു റിക്രിയേഷൻ ലെവലിൽ ഒന്ന് സ്ട്രെസ് ചെയ്യാക്കാൻ വേണ്ടിയിട്ട് അവർ എൻഗേജ് ചെയ്യുന്ന ഒന്നാണ് ടൂർ പാക്കേജസ് എന്ന് പറയുന്നത്, ടൂർസ് എന്ന് പറയുന്നത്. സോ അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഫിനോമിനനായിട്ട് ടൂറിസം മാറുന്നു. അത് ഏതൊരു കോണ്ടിനെന്റിലാണെങ്കിലും എന്നുള്ളത് ആളുകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഒരു ഹാങ് ഔട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ടൂർ പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ഗ്ലോബൽ ഫിനോമിനൻ. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ആളുകൾ എന്ന് പറഞ്ഞത് ടൂർ പോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ടയർ 1 നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ടൂറിസം ഫിനോമിനൻ എന്നുള്ളത്. സെക്കൻഡ് ടയറിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും എന്നിട്ട് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ദർ ഈസ് ഡിമാൻഡ് സൈഡ് ആൻഡ് സപ്ലൈ സൈഡ്. ടൂറിസം ലെവലിൽ നോക്കുമ്പോൾ ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ടൂറിസം സിസ്റ്റം എന്ന് പറയുന്ന ഒരു SC ക്വസ്റ്റൻ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ടൂറിസം സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് സൈഡ് മീൻസ് ടൂറിസത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റ് പ്രൊപ്പൻസിറ്റീസിന് അല്ലെങ്കിൽ ടൂർ പോകാൻ സാധ്യതയുള്ള ആളുകളുടെ ബിഹേവിയർ അതേപോലെയുള്ള പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ടാണ് ടൂറിസം ഡിമാൻഡ് വരുന്നത്. ആക്ച്വലി ടൂറിസം ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ച്വൽ നമ്പർ ഓഫ് ടൂറിസ്റ്റ് വിസിറ്റിംഗ് എ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ള ആളുകളുടെ എണ്ണത്തെയാണ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെയാണ് നമ്മളിപ്പോഴും നമ്മൾ ആക്ച്വലി ടൂറിസം ഡിമാൻഡ് ഉള്ള രീതിയിലേക്ക് പറയുന്നത്. ദെൻ സപ്ലൈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് കണ്ണൂർ സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്ക് 100 പേരാണ് വരുന്നത് എങ്കിൽ ഈ 100 പേരെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സൗകര്യം കണ്ണൂർ സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് എന്ന് പറയുന്ന ആ ഒരു മോണുമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ സപ്ലൈ സൈഡിൽ അവർക്ക് ആവശ്യമുള്ള പാർക്കിംഗ് വേണം, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അതേപോലെയുള്ള കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് സപ്ലൈ സൈഡ് ചെയ്യുന്നത്. സോ ടൂറിസത്തിൽ സപ്ലൈ സൈഡിൽ പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഹോട്ടലിയേഴ്സ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഹോട്ടലിയേഴ്സ് ആണ്. സ്റ്റാർ ഹോട്ടൽസ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് തിങ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. പ്രധാനമായും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഫോർ എക്സാമ്പിൾ റോഡ് ആവാം, റെയിൽ ആവാം, എയർ ട്രാൻസ്പോർട്ടേഷൻ ആവാം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആവാം. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അക്കോമഡേഷൻ പറഞ്ഞു. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാവൽ ഇൻ്റർമീഡിയറീസ് നമ്മളെപ്പോഴും പറയാറുണ്ട്. 2 പ്രധാനമായിട്ട് ട്രാവൽ ഇൻ്റർമീഡിയറീസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ട്രാവൽ ഇൻ്റർമീഡിയറീസ് ആണ്. ഒന്ന് ട്രാവൽ ഏജൻസീസ് ആണ്, രണ്ടാമത്തെ പോർഷൻ വരുന്നത് ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനീസ് ആണ്.
ട്രാവൽ ഏജൻസീസ് ആണെങ്കിലും ടൂർ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഹോട്ടലിയേഴ്സിൽ നിന്ന് അതേപോലെ തന്നെ എയർലൈൻസിൽ നിന്ന് ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അവരുടെ സർവീസ് എന്ന് പറയുന്നത് മിഡിൽ മാൻ ആയിട്ട് നിന്നു ഇന്റർമീഡിയറി ആയി നിന്നുകൊണ്ട് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റിന് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ട്രാവൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്, ട്രാവൽ ഏജൻസീസ് അതേപോലെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഡിമാൻഡ് സൈഡ് വരുന്നത്. ഇതാണ് സപ്ലൈ സൈഡ് വരുന്നത്. സപ്ലൈ മീൻസ് സർവീസ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സിസ്റ്റം, ഇതെങ്ങനെയാണ് ഒരു സിസ്റ്റം ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ദെൻ പ്രധാനമായും എന്നുള്ളത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ. പ്രധാനമായും നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റും, ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ അവിടെ നല്ലൊരു മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം, ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി, അതോടൊപ്പം തന്നെ അവിടെയുള്ള റോഡ്സ്, റെയിൽസ്, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കൃത്യമായും കംഫർട്ട് സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ദെൻ ബെറ്റർ ആയിട്ടുള്ള ജോഗ്രഫി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഏതൊരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അവിടെ ബെറ്റർ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടാവുക. ആ തരത്തിലേക്കാണ് നമ്മൾ ടയർ 2 എന്നുള്ളത് കൃത്യമായും ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സപ്ലൈ സൈഡ് പറഞ്ഞു, ദെൻ ജോഗ്രഫി, അട്രാക്ഷൻ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ദെൻ ടോട്ടലി ഇറ്റ്സ് എ സിസ്റ്റം, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിമാൻഡ് സൈഡ് വേണം, അതേപോലെ സപ്ലൈ സൈഡ് വേണം, ജോഗ്രഫി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇറ്റ്സ് എ സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ടൂറിസം എങ്ങനെയാണ്, ഹൗ ടു മാനേജ് ട്രാവലിംഗ് ടൂറിസം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒന്നാണ്. ടയർ 3 പറയുന്നത് എങ്ങനെയാണ് ഹൗ ടു മാനേജ് ടൂറിസം ഡെസ്റ്റിനേഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ടൂറിസത്തെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്തൊന്ന് പോളിസി മേക്കിംഗ്. ഇപ്പോൾ ഇന്ത്യയിലെ ടൂറിസം പോളിസി ആരാണ് മേക്ക് ചെയ്യുന്നത്? സിംപ്ലി ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ ടൂറിസം പോളിസി 1982 ഒരു ടൂറിസം പോളിസി ഉണ്ടായിരുന്നു, 1992 ഉണ്ടായിരുന്നു, 2002 ഉണ്ടായിരുന്നു, 2016 ഉണ്ടായിരുന്നു. ഈ ടൂറിസം പോളിസീസ് ഒക്കെ ആരാ മേക്ക് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇന്ത്യയിൽ അതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ് സെൻട്രൽ ലെവലിൽ ചെയ്യുന്നത്. ദെൻ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, നമുക്ക് കേരളത്തിലാണെങ്കിൽ കേരള ടൂറിസം മാനേജ് ചെയ്യുന്നത് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ രീതിയിലേക്കാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം എന്നുള്ള രീതിയിലേക്കാണ് ചെയ്യുന്നത്. സോ പോളിസി മേക്കേഴ്സ് എന്ന് പറഞ്ഞത് നോർമലി ഗവൺമെൻറ്റുകളാണ്, അതത് ഗവൺമെൻറ് ആണ് പോളിസി മേക്കേഴ്സ് എന്ന് പറഞ്ഞത്. ദെൻ പ്ലാനിങ്, ടൂറിസത്തെ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാനിങ് എന്നുള്ളത്. പ്ലാനിങ് മീൻസ് എന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള അക്കോമഡേഷൻ, ആക്സസിബിലിറ്റി, അതേപോലെ തന്നെ അട്രാക്ഷൻസ് മാനേജ് ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള റോഡ് അവിടത്തേക്ക് വേണം, ബെറ്റർ ആയിട്ടുള്ള അക്കോമഡേഷൻ സെക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതിന് ഡെവലപ്ഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. And effective planning should be there in each and every tourism development strategies. ഏതൊരു ടൂറിസം ഡെവലപ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ന് പറയുന്നത് ടൂറിസം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ പ്ലാനിങ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്യുന്നത് നോർമലി ഗവൺമെൻറ് ഡെസ്റ്റിനേഷൻ വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൺസേൺഡ് ആയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇന്ത്യയിൽ ഇത് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, HRD എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണ് BTS പഠിക്കുന്നത്? ബാച്ചിലർ ഓഫ് ടൂറിസം സ്റ്റഡീസ് ഈ ഇഗ്നോയുടെ കോഴ്സായിട്ട് വരാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നത് ട്രാവലിംഗ് ടൂറിസം സെക്ടറിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനകത്ത് മാൻ പവർ, ഏറ്റവും കൂടുതലായിട്ട് മാൻ പവർ ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ എന്നിട്ട് സർവീസ് ഇൻഡസ്ട്രിയാണ് ട്രാവലിംഗ് ടൂറിസം എന്നുള്ളത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്നിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നുള്ളത് ആ തരത്തിലേക്കുള്ള സ്റ്റാഫിനെ കിട്ടുക എന്നുള്ള രീതിയിലേക്കാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഉള്ളത്. സോ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ലെവലിൽ കോഴ്സസ് വരിക, അതേപോലെ തന്നെ IITTM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ മാനേജ്മെൻറ്റ്, IITTM എന്ന് പറഞ്ഞ ഏജൻസി, കിഡ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ പിന്നെ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആവാം, അല്ലെങ്കിൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഈവൻ നമ്മുടെ നാട്ടിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള അടക്കം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രിയും PG ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സസ്, ഫോർ എക്സാമ്പിൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത്, അതേപോലെ തന്നെ IATA എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ടത്. ഇൻ്റർനാഷണലി എന്നുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉള്ള രീതിയിലേക്കുള്ള കോഴ്സസ് ഒരുപാടുണ്ട്. ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ എഡ്യൂക്കേഷനിൽ, കാരണം വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് ഈ ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്കാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറി ഉള്ളത്. ദെൻ മാർക്കറ്റിംഗ്,
നമ്മുടെ കയ്യിൽ ഉണ്ടായപ്പോൾ എല്ലാ ഡെസ്റ്റിനേഷൻസും നമുക്കുണ്ട്, കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് നമുക്കുണ്ട്, നാച്ചുറൽ ലെവലിലുള്ള അട്രാക്ഷൻസ് നമുക്കുണ്ട്. ഇതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്യണം ഫോറിൻ കൺട്രീസിൽ എന്നുള്ളത്. ഇന്ത്യ ആസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇത് മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് ഫോറിനേഴ്സൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുള്ളൂ. നിങ്ങൾക്ക് എന്നുള്ളത് ചിലപ്പോൾ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള ചാനലൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കേരള ടൂറിസത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണാം. നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റിലോ സൂര്യയിലോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഈ കേരള ടൂറിസത്തിൻ്റെ ഒന്നും അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത്. അത് ഫോറിൻ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ചാനൽസിലേക്കാണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചാനൽസിലേക്കാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ടൂറിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ, പ്രധാനമായും ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പറയുകയാണെങ്കിൽ incredibleindia.org എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. incredibleindia.org എന്നുള്ളത് ഇന്ത്യയുടെ എല്ലാ ഡെസ്റ്റിനേഷൻസിനെ പറ്റിയിട്ടും, അതായത് ഇന്ത്യയിലെ ഒരു ചെറിയ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേക്കൽ ഫോർട്ട് നമുക്കറിയാം, ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ്. അത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏത് ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടും എന്നുള്ളത് ഏതൊക്കെ ടൂറിസം അട്രാക്ഷൻസ് ഉണ്ടോ, ഏതൊക്കെ ഇവൻറ്റ്സ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേ ഒരു വെബ്സൈറ്റിൽ ഇന്ത്യയിലെ എല്ലാ ടൂറിസം പൊട്ടൻഷ്യൽസിനെയും നമുക്കറിയാൻ വേണ്ടിയിട്ട് incredibleindia.org എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതി. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂറിസം വെബ്സൈറ്റ് ആണ് incredibleindia.org എന്നുള്ളത്. സോ അതൊരു മാർക്കറ്റിംഗ് ടൂളാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ തന്നെയും ഏകദേശം 3 ലാംഗ്വേജസ് എന്നുള്ളത്, ഫ്രഞ്ച് അടക്കമുള്ള 3ഓളം ലാംഗ്വേജസിൽ എന്നുള്ളത് ഈ പറഞ്ഞ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കേരളത്തിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും പാറ്റി അടക്കമുള്ള ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒന്നാണ് kerala-tourism.org എന്നുള്ളത്. കേരളത്തിലെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷൻസിനെ പറ്റിയിട്ടും പൊട്ടൻഷ്യൽസിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതേപോലെ ഇൻഫർമേഷൻ ബ്രോഷേഴ്സ്, ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വെബ്സൈറ്റ് എന്നുള്ളത്, കേരള ടൂറിസം എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ ഇതും, പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ടൂറിസം ഷോസിന്, ട്രേഡ് ഫെയർസിലൊക്കെ എന്ന് പറയുന്നത് പ്രധാനമായും അതിലൊരു സ്റ്റോൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ടൂറിസത്തെ പരമാവധി നമ്മുടെ രാജ്യത്തും അതിനെപ്പോൾ തന്നെ പുറത്തും മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് ഇന്ത്യ ഒരു ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളൊരു ക്യാമ്പയിൻ വരുന്നു. അങ്ങനെ ടൂറിസത്തെ മാർക്കറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഫോറിനേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ള റിസോഴ്സസ് എന്താണെങ്കിലും അത് മാർക്കറ്റ് ചെയ്യാതെ, പുറത്ത് ഉള്ള ആളുകൾ അറിയാതെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടൊരു ടൂളാണ്. ഫോറിനേഴ്സിനെ കൃത്യമായും അവരുടെ ഫ്ലോ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫിനാൻസ്. ഒരു പ്രധാനമായിട്ടുള്ള ഏരിയ ആണ്. ടൂറിസം പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഏതിനാണെന്നാണെങ്കിലും നിങ്ങൾ കിട്ടുന്ന ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, TFCI എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് തന്നെയാണെങ്കിൽ തന്നെയും, ഈവൻ എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉപയോഗിച്ചുകൊണ്ട് സബ്സിഡീസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ, ടൂറിസം സോൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടെയൊക്കെ എന്നുള്ളത് നമുക്ക് പുതിയ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്യാം, ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനൊക്കെയും സബ്സിഡീസും അതേപോലെ ടാക്സ് റിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ തരത്തിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലേക്കും ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവുന്നതാണ്. സോ ഇതൊക്കെയും വരുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കമ്പൈൻ ചെയ്തിട്ടാണ്. സോ ആ തരത്തിലേക്ക് ടൂറിസത്തെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാനേജ്മെൻറ്റ് എന്നുള്ള ടയർ 3 വരുന്നത്. പോളിസി എന്ന് പറയുന്നത് ടൂറിസം പോളിസി മേക്കിംഗ് ആണ്. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് കൺസേൺഡ് ഗവൺമെൻറ്റ്സ് ആണ് വരിക. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യയിലുള്ളത്. ദെൻ പ്ലാനിങ്, എഫക്റ്റീവായിട്ട് ഓരോരോ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടും നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഫോർത്ത് ടയർ അല്ലെങ്കിൽ അവസാനത്തെ ടൂറിസം ഫ്രെയിംവർക്കിൽ അല്ലെങ്കിൽ ടൂറിസം സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പോർഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇമ്പാക്ട്സ്. ടൂറിസം ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞത് ടൂറിസ്റ്റ് ഏറ്റവും പ്രധാനമായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഇമ്പാക്റ്റ് ആദ്യം മനസ്സിലാവുന്നത് അതിൻ്റെ ടൂറിസ്റ്റിനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, കോവളത്തൊരു ബീച്ചിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ്. അവിടെ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. വളരെ ബാഡ് ആയിട്ടുള്ള സ്മെൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടൂറിസ്റ്റിനാണ് ഏറ്റവും ആദ്യം അത് നടന്നത് അയ്യോ വരേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് ആദ്യം തോന്നും. സോ ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നടന്നത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ദെൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി എന്നുള്ള ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് തന്നെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സിംപ്ലി. സോ ഏറ്റവും ആദ്യം ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് ടൂറിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ആരാണോ ലോക്കൽ പീപ്പിൾ, ഒരു നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ ആസ് എ ടൂറിസ്റ്റ് നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി നിങ്ങളെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടൂറിസത്തെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട്, അതിൽ നിന്നുള്ള റവന്യൂവിനെ പറ്റിയിട്ടും എല്ലാ കാര്യത്തെ പറ്റിയിട്ടും നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ്
ഒരു പോസിറ്റീവായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നെങ്കിൽ, ഹോസ്പിറ്റാലിറ്റിയോടുകൂടി നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ആളുകൾ നിങ്ങളോട് നന്നായി പെരുമാറുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ടൂറിസത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു നെഗറ്റീവായിട്ട് അല്ലാതെ എന്നിട്ടത് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ഹോസ്റ്റിലിറ്റി പോലെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഈ ടൂറിസത്തിനോട് തീരെ താല്പര്യം എന്നാണ് അതിൻ്റെ മലയാളം. സോ ആ തരത്തിലേക്ക് രണ്ട് തരത്തിൽ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നത്. പോസിറ്റീവായിട്ടാണെങ്കിൽ അവർ ടൂറിസത്തെ ഓക്കെയാണ്, ആ ഡെസ്റ്റിനേഷനിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ബട്ട് വളരെ ഹോസ്റ്റിലിറ്റിയോടുകൂടി ശത്രുതാപരമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ എത്രയും പെട്ടെന്ന് അടച്ചുവിടുന്നതാണ് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് യാതൊരു താല്പര്യവും ഇവിടുത്തെ ടൂറിസത്തോട് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. ദെൻ നെക്സ്റ്റ് ഇസ് ഓർഗനൈസേഷൻ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഏതൊരു എന്നുള്ളത് ഓർഗനൈസേഷൻ മീൻസ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ഏതാണോ ആ ഒരു ഓർഗനൈസേഷണൽ ലെവലിലുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ കാണുന്നത്. പിന്നെ വേറെ ഒരു തരത്തിൽ ടൂറിസം ഇമ്പാക്ട്സിന് നമുക്ക് 3 തരത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് ടൂറിസം, സെക്കൻഡ് വൺ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ഓഫ് ടൂറിസം, ആൻഡ് ഫൈനലി എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ടൂറിസം. നമുക്ക് ഇതിനെ ഈ 3 കാറ്റഗറിയെയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ടൂറിസം. ഏറ്റവും പ്രധാനമായിട്ടും ടൂറിസത്തിനുള്ള ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്. ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിയിലേക്ക് നല്ലത് ഫോറിൻ കറൻസി വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ടൂളാണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് സുലഭമായിട്ട് വരുന്ന ഒന്നാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മിനിമം ഒരു എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ ഇക്കോണമിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണത്. ദെൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ടൂറിസം എന്ന് പറഞ്ഞത് ഒരു പ്രധാനമായിട്ടുള്ള ടൂളാണ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലായിട്ട് വരാനുള്ള ഒരു ടൂളായിട്ടാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതേപോലെ തന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞത് ടൂറിസം കൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. നെഗറ്റീവ് ഇമ്പാക്ട്സും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ. ഒരു ലോക്കൽ ഇക്കോണമിയിൽ കൂടുതലായിട്ട് ഫോറിൻ കറൻസി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസിലൊന്നാണ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ലാൻഡിൻ്റെ ആണെങ്കിലും എന്നുള്ളത് ലിവിങ് കോസ്റ്റ് കൂടുന്നു. അങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. ഏതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അവിടെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നോർമലി കൂടും എന്നുള്ളതാണ്. അത് സ്വാഭാവികം നമുക്ക് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷനിൽ പോയിട്ടുണ്ടെങ്കിലും സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ വിലയായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ടൂറിസം ഡെസ്റ്റിനേഷനിലത്. ഈവൻ ഒരു മിനറൽ വാട്ടർ മുതൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എക്കണോമിക് ഇമ്പാക്ട്സ് നമ്മൾ സൂചിപ്പിച്ചു. അടുത്തത് സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ആണ്. സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സിൻ്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള നമുക്ക് കഥകളി ഒരു എക്സാമ്പിൾ പറയാം. കഥകളി എന്ന് പറയുന്നത് ഒരു റിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. ബട്ട് അത് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനമായിട്ടുള്ള കാരണം ട്രാവലിംഗ് ടൂറിസമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോട്ടൽസിലാണെങ്കിലും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വരുമാനം കൂടിയാണത്. അതുകൊണ്ട് പ്രിസർവേഷൻ ഓഫ് ആർട്ട് ഫോംസ് അല്ലെങ്കിൽ എന്നുള്ളത് അത് കൃത്യമായി കൺസേർവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നു എന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒരുപാടാണുള്ളത്. ഈവൻ എക്സാമ്പിൾ സെക്സ് ടൂറിസം അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സെക്സ് അബ്യൂസ്, അതേപോലെ തന്നെ ചൈൽഡ് അബ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യൂസേജ് ഓഫ് ഡ്രഗ്സ് ഒക്കെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സോഷ്യോ കൾച്ചറൽ ലെവലിൽ വരുന്നത്. തെഫ്റ്റ്, അതേപോലെയുള്ള സോഷ്യൽ മെനൈസസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്, സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫൈനലി എൻവയോൺമെന്റൽ ഇമ്പാക്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ടൂറിസത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. ഒരു പൊല്യൂട്ടഡ് അല്ലാത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് ആളുകൾ എല്ലാ കാലത്തും പോകാനായിട്ട് താല്പര്യപ്പെടുക. സോ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ടൂറിസത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ എൻവയോൺമെന്റ് പ്രിസർവേഷനും കൺസർവേഷനും ടൂറിസത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ആണ്. ബട്ട് നെഗറ്റീവ് ഇമ്പാക്ട് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എൻവയോൺമെന്റൽ ഇമ്പാക്ട്സിൻ്റെ ഈ ഒരു പോർഷൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ
4-tier framework ഓഫ് ടൂറിസം സിസ്റ്റം. ടൂറിസം സിസ്റ്റത്തിൻ്റെ 4-tier ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളത് ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ വരച്ച് വയ്ക്കുക. ഇത് ഒരു essay ക്വസ്റ്റൻ ആയിട്ട് തന്നെ 20 മാർക്സിന് ക്വസ്റ്റൻ ആയിട്ട് വരാം. ഇത് ഓരോന്നും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവുക. ദെൻ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഡ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഓരോന്നോരോന്നായിട്ട്. ദെൻ പുൾ ആൻഡ് പുഷ് ഫാക്ടേഴ്സ് ആണ് സാധാരണഗതിയിൽ. പുൾ ആൻഡ് പുഷ് ഫാക്ടേഴ്സ് മീൻസ് എന്നുള്ളത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് പുൾ ആൻഡ് പുഷ് ഫാക്ടേഴ്സ് എന്നുള്ളത്. അതിലൊന്ന് എന്നുള്ളത് നമുക്ക് 2 തരത്തിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. ഡിമാൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാൻ താല്പര്യം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആസ് എ ഗസ്റ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനെ കാണാം, ഹോസ്റ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങോട്ടേക്ക് താല്പര്യത്തോടുകൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പുൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താജ്മഹൽ അല്ലെങ്കിൽ ഗോവൻ ബീച്ചസ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെപ്പോഴും നല്ലത് പുൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ പുഷ് ഫാക്ടേഴ്സ് മീൻസ് നിങ്ങൾക്ക് എന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള ജോബ് ഉണ്ട്, ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ട്, ആ തരത്തിലേക്ക് നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകാൻ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പോകാൻ, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് പുഷ് ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനമായിട്ടുള്ള 2 ഏരിയാസാണ് പുഷ് ഫാക്ടറും അതേപോലെ പുൾ ഫാക്ടേഴ്സ് ഉള്ളത്. അതിൻ്റെ ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് ഒന്ന് വായിച്ചിട്ട് പോകാമെന്നതാണ്. സോ ഇതാണ് ഫസ്റ്റ് പോർഷൻസിൽ ഉള്ളത്, ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പോർഷൻസിൽ വരുന്നത്. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ലീഡ് സിസ്റ്റം. എപ്പോഴും നമ്മളിപ്പോൾ ഒരു ടൂറിസം സിസ്റ്റത്തെ പറയുന്ന സമയത്ത് ഡിമാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എപ്പോഴും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്ര ആളുകൾ വരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു വർഷം ഇപ്പോൾ എത്ര ടൂറിസ്റ്റാണ് വരുന്നത് എന്ന് നോക്കുന്നു, അടുത്ത വർഷം എത്ര ടൂറിസ്റ്റ് വരുന്നു നോക്കുന്നു. അതിനകത്ത് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും അതിനെ നല്ലത് 2020 വന്നിട്ടുള്ള ആളുകളെക്കാൾ കൂടുതലാണ് 2021 വരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതലാവും എന്നുള്ളതാണ് അതിൻ്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. സോ ഈ 2022 വരുമ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിലേക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്ലാനിങ് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നത് ടൂറിസം ഡിമാൻഡ് എന്ന് പറഞ്ഞ ഇതിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ആക്ച്വലി ടൂറിസം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ വേണ്ടി പറ്റുന്നത് ഇറ്റ് ഇസ് ആക്ച്വൽ നമ്പർ ഓഫ് ടൂറിസ്റ്റ് വിസിറ്റിംഗ് എ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ എന്നുള്ളത് ഒരു സ്ഥലത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തെ നമ്മൾ എപ്പോഴും പറയുന്ന രീതിയിലേക്കാണ് ടൂറിസം ഡിമാൻഡിനെ നമ്മൾ നോക്കാറുള്ളത്, അല്ലെങ്കിൽ അസസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻ്റർനാഷണൽ ടൂറിസത്തെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻ്റർനാഷണൽ ടൂറിസം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലെസ് ടൈം, നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ടൈം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഫ്രീ ടൈം ഇല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ടൂറിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഫ്രീ ടൈം നമുക്ക് ഹോളിഡേയ്സ്, വെക്കേഷൻസ്, റിട്ടയർമെൻറ്റ് ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ ടൈം കിട്ടാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണുള്ളത്. ദെൻ ലൈഫ് സൈക്കിൾ സ്റ്റേജ്, പ്രധാനമായും ടൈം ആൻഡ് മണി അവൈലബിൾ ടു ഫിനാൻസ് ടൂറിസം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ടൈം ആണെങ്കിലും മണി ആണെങ്കിലും എന്നുള്ളത് ടൂറിസത്തിലേക്ക് എൻഗേജ് ചെയ്യാനുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് സൈക്കിൾ സ്റ്റേജ് എന്ന് പറഞ്ഞത്. ദെൻ ഇൻക്രീസ്ഡ് മൊബിലിറ്റി, നിങ്ങളുടെ കയ്യിലൊരു കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വെഹിക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാനുള്ള സാധ്യത കുറേ കൂടി കൂടും. അതൊക്കെയാണ് ഉള്ളത്. ദെൻ വർക്ക് പാറ്റേൺസ്, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു 3 days ഒക്കെ ലീവ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു 3 days അല്ലെങ്കിൽ 5 days ഒക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ടൂറിന് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ദെൻ അഫ്ലുവൻസ്, ഇൻക്രീസ്ഡ് റിയൽ ഇൻകംസ്, നിങ്ങൾക്ക് ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഇൻകം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫുഡ്, ഷെൽട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സേവിങ്സ് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടൂറിലേക്ക് പോകാം എന്നുള്ളതാണ്. ദെൻ വുമൻ ഇൻ ദ വർക്ക് ഫോഴ്സ്, പ്രധാനമായും നല്ലത് സ്ത്രീ പങ്കാളിത്തത്തോടുകൂടി അല്ലെങ്കിൽ നല്ലത് കൃത്യമായും ജോലിയുള്ള വനിതകളാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർക്കൊരു അഡീഷണൽ ആയിട്ട് ഇൻകം വരുന്നു, ആ തരത്തിലേക്ക് ടൂറിലേക്ക് എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ്സ് ടു മാരേജ്, അതൊക്കെ എന്നുള്ളത് കൺസേർവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഈ പറയുന്നതൊന്നും പോവില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻക്രീസ്ഡ് അമ്യൂണിറ്റീസ്, പ്രധാനമായും എന്നുള്ളത് നമുക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യാത്ര ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എയർപോർട്ടുകൾ 4 കേരളത്തിൽ മാത്രമുള്ളത്, ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുടെ എണ്ണം 4 ഇതൊന്നും ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു
നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള ഏതെങ്കിലും എന്നുള്ളത് സ്റ്റേറ്റിലാണെങ്കിൽ അവർക്ക് എയർപോർട്ടുകളുടെ എണ്ണം ലിമിറ്റഡ് ആണ്. അങ്ങ് പോകാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്നുള്ളത് റെയിൽവേ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ യാത്ര ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടാകും. സോ ഇൻക്രീസ്ഡ് അമ്യൂണിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ട്രെൻഡ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മോൾ ഫാമിലീസ് ആണെങ്കിൽ യാത്ര കൂടുതലായി ചെയ്യുന്നു. ഹയർ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ട് ടൂറിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. ഹയർ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ നല്ലത് നമ്മുടെ പ്രായം എത്രത്തോളം പോകുന്നു അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ട്രെൻഡ്സ് ടൂറിസ്റ്റ് ഫ്ലോ കൂടാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്. ദെൻ അർബനൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ, ആളുകൾക്ക് ഈ അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ യാത്ര ചെയ്യുന്നത്. കാരണം യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്റർനാഷണലി തന്നെ ടൂർ പോകുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ടുള്ളത്. സോ അവരുടെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അർബനൈസേഷൻ ആണ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടൂറിലേക്ക് ആളുകൾ എത്താനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളത്. ദെൻ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ്. നോർമലി സപ്ലൈ സൈറ്റിലുള്ള പ്രധാനമായിട്ടുള്ള ആരൊക്കെയാണ് സപ്ലൈസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടൂറിസം ലെവലിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. എയർലൈൻ കമ്പനീസ് ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ടലിയേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇതിനകത്ത് സപ്ലയർ സൈഡിൽ. അതേപോലെ തന്നെ കാർ റെന്റൽ കമ്പനീസ് ഒക്കെയാണ് പ്രധാനമായും സപ്ലയർ ഏരിയ അല്ലെങ്കിൽ സപ്ലയർ സർവീസിൽ വരുന്നത്. അവർക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ സപ്ലൈ അല്ലെങ്കിൽ ടൂറിസം സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ശരിക്കും നല്ലത്. നമുക്ക് ടൂറിസ്റ്റിന് ഒരു ഇമേജ് ബിൽഡിംഗ് ഒക്കെ, ഒരു രാജ്യത്തിൻ്റെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് നിങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ആ ഒരു ടൂർ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ തീരെ ഇല്ലാത്തൊരു ടൂറായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന അവിടുത്തെ വെഹിക്കിളിൻ്റെ ഡ്രൈവർ നിങ്ങളോട് എന്നുള്ളത് അരഗൻ്റ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്കത് എന്നുള്ളത് ആ ഒരു ട്രിപ്പ് ഹാപ്പി ആയിരിക്കില്ല. ഒരു എപ്പോഴും ഒരു കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ ആ ടൂർ എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും. സോ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടൂറിസത്തെ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നുള്ളത് ഇതൊരു വാണിജ്യം എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് മാറ്റുകയും അതിനകത്ത് ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് എന്നുള്ളത് വലിയ രീതിയിലേക്ക് ഇവരെ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൂറിസ്റ്റിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. അത് മാറ്റിയിട്ട് ഗസ്റ്റിനും ഹോസ്റ്റിനും ഒരേപോലെ തന്നെ ഒരു എന്നുള്ളത് ഫീൽ ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആംബിയൻസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ടൂറിസ്റ്റ് വരും. ടൂറിസം കൃത്യമായും ഇൻഡസ്ട്രി ലെവലിൽ അവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. സോ കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഒരു എന്നുള്ളത് എല്ലാ ഭാഗത്തും കൾച്ചർ ആണെങ്കിലും അതെ ആ തരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നോർമലസ് ആയിട്ടുള്ള ഒരു ഹോളിഡേ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും സപ്ലൈ സൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളതാണ്. ഒരു നോ റൂൾസ്, നോ ഡ്രസ് കോഡ്, നോ ബിഹേവിയറൽ കോഡ്സ്, നോ ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അതിൻ്റെയും പ്രയാസമുണ്ട്. സോ അത്തരത്തിൽ ഇതൊക്കെയാണ് പ്രധാനമായും സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. നോർമലി ഈ സപ്ലൈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോഴും ടൂറിസം ഇമേജ് എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലാണ്. ഈ ടൂറിസം ഇമേജ് എന്ന് പറഞ്ഞത് പേഴ്സണൽ പ്രോസസ് വിച്ച് helps us to determine what type of holiday to take. നമ്മൾ ഏത് തരത്തിലേക്കുള്ള ഒരു ഹോളിഡേ ആണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ദെൻ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഓഫ് എ ടൂർ ഓപ്പറേറ്റർ ഓർ എ ട്രാവൽ ഏജൻസി. ഒരു ട്രാവൽ ഏജൻസി എങ്ങനെയാണ് ആളുകളോട് ഈ ഒരു ഡെസ്റ്റിനേഷനെ പറ്റി പറയുന്നത് എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ഒരു ബ്ലിസ് ഫോർമുല എന്നൊക്കെ പറയുന്നത് എല്ലാം നല്ലത് എന്നുള്ളത്, അതാണ് ബ്ലിസ് ഫോർമുലയായിട്ട് പറഞ്ഞത്. നമ്മളെപ്പോഴും നല്ലത് ഏതൊരു ഡെസ്റ്റിനേഷനിലേക്ക് പറയുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു ടൂർ ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലയൻറ്റ് വരികയാണ്, നിങ്ങളോട് അവർ ചോദിക്കുകയാണ് ഗോവയാണോ നല്ലത് ആഗ്രയാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം ഒരു ക്ലയൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? ഗോവയും നല്ലതാണ്, ആഗ്രയും നല്ലതാണ്. അതാണ് നമ്മൾ പറയാം. എന്തിനും പോസിറ്റീവായിട്ട് മാത്രമേ ഒരു ടൂർ ഓപ്പറേറ്റർ പറയുള്ളൂ. സോ അതാണ് ബ്ലിസ് ഫോർമുലയായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത്. ദെൻ ഇങ്ങനെ ടൂറിസം ഇമേജ് എന്ന് പറഞ്ഞത് നോർമലി ടൂറിസ്റ്റിനാണെങ്കിലും അതേപോലെ തന്നെ അവിടുത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും അവർ എങ്ങനെയാണോ ഇതിനെ ഷോക്കേസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ഇതിൽ ഒരു കൺട്രിയുടെ ടൂറിസം ഇമേജ് എപ്പോഴും ഉണ്ടാകുന്നത്. ഇന്ത്യ എപ്പോഴും നല്ലത് ഈ സ്നേക്ക് ചാമേഴ്സിൻ്റെ അല്ലെങ്കിൽ പാമ്പാട്ടികളുടെ രാജ്യമായിട്ടൊക്കെയാണ് ഒരു കാലത്ത് കണ്ടിരുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കേരള ടൂറിസത്തിലേക്ക് അഡ്വർടൈസ്മെന്റ് കാണാം. നല്ല ഷോർട്ട് 30 സെക്കൻഡ്സ് ഒക്കെ ഉള്ള അഡ്വർടൈസ്മെന്റ്സ് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ വളരെ ക്ലാസിക്കാണ്. അതായത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഒരു ടൂറിസ്റ്റിന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ള രീതിയിലേക്ക് നിലവിലുള്ള ഒരു ഇമേജ് മൊത്തം മാറിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള ടൂറിസം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബ്രാൻഡാണ്.
കേരള ടൂറിസം എന്നുള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഈ തരത്തിലേക്കുള്ള പ്രൊമോഷണൽ മെറ്റീരിയൽസിലാണ് കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റ് തിരിച്ച് പോകുമ്പോഴും അവർ ഇതേ അഭിപ്രായം വരുന്നുണ്ട്, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട്, ഹോസ്പിറ്റാലിറ്റിയെ പറ്റിയിട്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഒരു ടൂറിസം ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഗസ്റ്റ് ഹോസ്റ്റ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് വന്ന് എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ടൂറിസ്റ്റ് തിരിച്ചു പോകുന്നു. ദെൻ അവർ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വീണ്ടും എന്നുള്ളത് കേരളത്തിലേക്ക് പോകാമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. ആ തരത്തിലേക്ക് ഒരു ടൂറിസം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കേരളം ഒരു സൂപ്പർ ബ്രാൻഡൊക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ പിന്നെ ടൂറിസം ഇമേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ടൈപ്പോളജിയെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ് വാലൻ സ്മിത്തിൻ്റെ 7 ടൈപ്പോളജീസ് ഉണ്ട് ടൂറിസം ഇമേജിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റിന് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വായിച്ചിട്ട് പോയാൽ മതി. പേജ് നമ്പർ 10th പേജിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോറർ ആരാണെന്നുള്ളതാണ്. കുറച്ച് പേര് മാത്രമാണ് ഇതുവരെയും എന്നുള്ളത് നമ്മൾ കാണാത്ത അറിയാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നു, അങ്ങനെ പോകുന്ന ആളുകളാണ്. ഇതിന് കുറച്ച് ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു സ്ഥലം, ഇപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിൽ വാഴമല, ആളുകൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, വലിയൊരു ഇതൊന്നുമില്ല, അവിടത്തേക്ക് റോഡ് പോലും മര്യാദയ്ക്കുള്ള റോഡ് പോലും ഒന്നും ഉണ്ടാവില്ല. സോ അതൊന്ന് ഡിസ്കവർ ചെയ്യാനായിട്ട് ഒരു നമ്മുടെ നാട്ടിലൊരു സ്ഥലമാണല്ലോ എന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കയം തട്ടൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ഡെസ്റ്റിനേഷനായി, ഇങ്ങനെയുള്ള പൈതൽ മല ഇതൊക്കെയും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവിടെ പോകുന്നതിന് യാതൊരു റിസ്ക്കും ഇല്ല, ബെറ്റർ ആയിട്ടുള്ള റോഡ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡെസ്റ്റിനേഷനും ബേക്കൽ ഫോർട്ടിലേക്കാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും സർവീസസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെയൊന്നുമില്ല, അത് ഒരു പുതിയ ഡെസ്റ്റിനേഷൻ, ഒരു റോഡ് പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ട്രെക്ക് ചെയ്ത് നിങ്ങൾ പോകേണ്ടി വരും. അങ്ങനെ ഒരു പേഴ്സണലി നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണുള്ളൊരു ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ് ആണ് എക്സ്പ്ലോറർ എന്നുള്ളത്. ഓക്കെ, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എക്സ്പ്ലോർ എന്നുള്ളത്. കാരണം അവർക്ക് അവരെ പാമ്പർ ചെയ്യാനായിട്ട് ഒരു സർവീസും അവിടെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈവൺ ഒരു വെള്ളം പോലും ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഈ എക്സ്പ്ലോറർ എന്നുള്ള ഒരു കാറ്റഗറി ഉള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് എലൈറ്റ് ടൂറിസ്റ്റിൽ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള കാറ്റഗറിയാണ് എലൈറ്റ് ടൂറിസ്റ്റ് എന്നുള്ളത്. ഇൻഡിവിജ്വലി ക്രിയേറ്റഡ് വിസിറ്റ് ടു എക്സോട്ടിക് പ്ലേസസ് എന്നുള്ളത്, നമുക്ക് പാരീസിലേക്ക് പോകുന്നു, സിംഗപ്പൂർ, മലേഷ്യ അല്ലെങ്കിൽ ദുബായ് പോലെയുള്ള സിറ്റീസിലേക്ക് നമ്മൾ പോകുന്നു. കാരണം കൃത്യമായും എന്നുള്ളത് എലൈറ്റ് ആയിട്ടുള്ളതാണ്, ലക്ഷറി ആയിട്ടുള്ള പാക്കേജസും കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള ഒന്നായിരിക്കും എലൈറ്റ് ലെവലിലുള്ള ടൂറിസ്റ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് ഓഫ് ബീറ്റ് എന്ന് പറയുന്നത്. ഓഫ് ബീറ്റ് മീൻസ് വാണ്ടിങ് ടു ഗെറ്റ് അവേ ഫ്രം ദ ക്രൗഡ്സ്. ഈ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത ഓർ ക്രൗഡിങ് ഇല്ലാത്ത ഏരിയാസൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അടുത്തുള്ള ഒരു റിസോർട്ടിൽ നിങ്ങൾ ഒരു 3 days സ്റ്റേ ചെയ്യുന്നു. ഒരു ക്രൗഡിങ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ, അല്ലെങ്കിൽ ഒന്നും ക്രൗഡ്സ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൂറിസ്റ്റിനെയാണ് നമ്മൾ ഓഫ് ബീറ്റ് ടൂറിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ. നെക്സ്റ്റ് ഇസ് അൺയൂഷ്വൽ ആയിട്ടുള്ള സീക്കിംഗ് ഫിസിക്കൽ ഡേഞ്ചർ ഓർ ഐസൊലേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ പോവാണ്, ഒരു മൗണ്ടനറിങ്ങിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു റോക്ക് ക്ലൈംബിങ്ങിലേക്ക് പോവാണ്, അല്ലെങ്കിൽ സ്നോർക്കലിംഗ്, അണ്ടർ വാട്ടർ മറൈൻസിനെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്നോർക്കൽ ചെയ്യുന്നു. സീക്കിംഗ് ഫിസിക്കൽ ഡേഞ്ചർ, അതിനകത്ത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് അൺയൂഷ്വൽ ആയിട്ടുള്ള ടൂറിസം എന്നുള്ള രീതിയിൽ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിനപ്പുറത്തേക്കാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, ഇൻസൈപ്പിയൻ ടൂറിസ്റ്റ് എന്നുള്ളത് സിംഗിൾ ഓർ സ്മോൾ ഗ്രൂപ്പ്സ് യൂസിങ് സം ഷെയ്ഡ് സർവീസസ്. പ്രധാനമായും കുറച്ച് ആളുകൾ എന്നുള്ളത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതല്ല, ജസ്റ്റ് ഈ ഫോർ എക്സാമ്പിൾ ബാക്ക് പാക്കർ ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എന്നുള്ളത് ബഡ്ജറ്റ് ട്രിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ചിലപ്പോൾ അവിടെ നിങ്ങൾ അക്കോമഡേഷൻ യൂസ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ബസ് എന്നുള്ളത് അങ്ങനെയുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇൻസൈപ്പിയൻ മാസ് എന്നുള്ളത്. ബഡ്ജറ്റ് ട്രാവലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ വരുന്നത്. ദെൻ മാസ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാക്കേജ് ടൂർ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള പാക്കേജ് ടൂറിലേക്ക് എൻഗേജ് ചെയ്ത് അങ്ങനെ ടൂറിസം ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യുന്ന രീതിയാണ് മാസ് ടൂറിസ്റ്റ് എന്നുള്ള കാറ്റഗറി ഉള്ളത്. ദെൻ മാസ് ട്രാവലിന് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ചാർട്ടർ ഫ്ലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വെസ്റ്റേൺ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പാക്കേജസിലേക്ക് പോകുന്നതിനാണ് ചാർട്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ചാർട്ടർ ഫ്ലൈറ്റ്സും അതേപോലെയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് മാസ് നമ്പർ ഓഫ് ടൂറിസ്റ്റിനെ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനാണ്. സോ വാലൻ സ്മിത്തിൻ്റെ 7 ടൈപ്പോളജീസ് ആണ്, ടൂറിസ്റ്റിൻ്റെ ടൈപ്പോളജീസ് ആണ് ഈ 7 എന്നുള്ളത്. ഒരു രാജ്യത്തിൻ്റെ ടൂറിസം ഇമേജിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ആളുകൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. ദെൻ എറിക് കൊഹൻ്റെ 5 ടൈപ്സ് ഓഫ് ടൂറിസ്റ്റിനെയാണ്
ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ടൂറിസം ഏത് തരത്തിലേക്കാണ് ഒരു ടൂറിസ്റ്റായിട്ട് പോകുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട്. എരിക് കോഹൻ പേജ് നമ്പർ 11. ഇതൊക്കെയും ഒന്ന് വായിച്ചിട്ട് പോയി ഇത് ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ക്വസ്റ്റനായിട്ട് വന്നേക്കാം. ഓക്കെ, എരിക് കോഹൻ ടൂറിസത്തിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റിനെയും ഓപ്പർച്യൂണിറ്റിയും ബേസ് ചെയ്തിട്ട് ട്രാവൽ ട്രേഡിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്നിട്ടത് 5 കാറ്റഗറീസ് ആയാണ് ടൂറിസ്റ്റിനെ വരുന്നത്. റിക്രിയേഷണൽ ടൂറിസ്റ്റ്, നോർമലി ടു റിലീവ് ദ സ്ട്രെസ് ഓഫ് വർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയർ ബൈ ആയിട്ടുള്ള ഒരു ബീച്ച് ഏരിയയിലേക്ക് ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു തീം പാർക്കിൽ നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ പറയുന്ന വെക്കേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിപ്പോഴും റിക്രിയേഷണൽ ടൂറിസം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ദെൻ ഡൈവേഷണറി, നിങ്ങളുടെ സ്ഥിരം ചുറ്റുപാടുകളിൽ നിന്ന് ആ ഒരു ബോർഡിൽ നിന്ന് മാറി, സ്ഥിരം റുട്ടീനിൽ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് പോകുന്നതിനാണ് ഡൈവേഷണറി ടൂറിസം എന്നുള്ള കാറ്റഗറി വരുന്നത്. ദെൻ എക്സ്പെരിമെൻ്റൽ, എ മോഡേൺ പിൽഗ്രിം ലുക്കിംഗ് ഫോർ ഒതൻറ്റിസിറ്റി ഇൻ അതർ സൊസൈറ്റീസ്. ഫോർ എക്സാമ്പിൾ എന്നുള്ളത് മറ്റുള്ളത് നിങ്ങൾ കാണാത്ത ആളുകളുടെ ഭക്ഷണം, അല്ലെങ്കിൽ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും എന്നുള്ളത് അൺനോൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ ടു അൺനോൺ എന്ന് എപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരിചിതമല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളെ എന്നുള്ളത് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട്, എങ്ങനെയായിരിക്കും വേറൊരാളുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പരീക്ഷിക്കാൻ, സ്വന്തമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നതിനാണ് എക്സ്പെരിമെൻ്റൽ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് എക്സ്പീരിയൻഷ്യൽ. അടുത്തത് റിപ്പീറ്റ് ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ തന്നെയാണ് വരുന്നത്, പക്ഷേ എക്സ്പീരിയൻഷ്യൽ ആണ്. ഇതിപ്പോൾ കേരള ടൂറിസം ഒക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂറിസം പ്രൊഡക്റ്റാണ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്നുള്ളത്. ഈ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ്, VLE എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറിനേഴ്സൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ ഒന്നുകിൽ ഏതെങ്കിലും ഫാമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോയർ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ചിലപ്പോൾ ടൊടി ടാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൃഷിയിടത്തിൽ പോകുന്നത്, ഒരു ഫാമിൽ എങ്ങനെയാണ് പോകുന്നത്, പ്ലാന്റേഷനിൽ എങ്ങനെയാണ് പോകുന്നത്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് സാധാരണത്തിൽ ഇപ്പോഴും ഒരു പ്രധാനമായിട്ടുള്ളതാണ്. സാധാരണ ഡെസ്റ്റിനേഷൻ കണ്ടു തിരിച്ചു പോകുന്നതിന് പകരം അതത് നാടുകൾ കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം ഫോമാണ് എക്സ്പീരിയൻഷ്യൽ എന്നുള്ളത്. എരിക് കോഹൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് എക്സിസ്റ്റൻഷ്യൽ, ഫൈൻഡിങ് എ ന്യൂ സ്പിരിച്വൽ സെൻറ്റർ ആസ് എ റിസൾട്ട് ഓഫ് ടൂറിസ്റ്റിക് എക്സ്പീരിയൻസ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് യോഗ പോലെയുള്ള, വെൽനസ് പോലെയുള്ള നിലവിലുള്ള ഒരു കാര്യത്തെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലേക്കുള്ള ടൂറിസം ഫോമാണ് എക്സിസ്റ്റൻഷ്യൽ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഋഷികേശിലേക്ക് നിങ്ങൾ പോകുന്നു, യോഗ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഋഷികേശ് എന്നുള്ളത്. അവിടെ ചെറിയ ചെറിയ യോഗ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, മഠങ്ങളൊക്കെ ഉണ്ടാവും. ആ മഠങ്ങളിലേക്ക് പോകുന്നു, അത് പോയി അത് കണ്ടിട്ട് തിരിച്ച് നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരു 10 days 15 days ആ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ രീതിയിലേക്ക് പോകുന്നു. നിലവിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എന്നുള്ളത് ടൂറിസ്റ്റിന് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ദെൻ ഇതൊക്കെ ഇങ്ങനെ പല തരത്തിലേക്കുള്ള ക്ലാസിഫിക്കേഷൻസ് ടൂറിസം ഇമേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റേൺ ടൂറിസ്റ്റ് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ പ്രയോറിറ്റീസ് എന്താണ്, തേർഡ് വേൾഡ് ഗവൺമെൻറ്റ്സ് എങ്ങനെയാണ് ടൂറിസത്തെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഓക്കെ, ഓരോന്നിനുമായിട്ട് എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്കുള്ള മോട്ടിവേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള മോട്ടിവേഷൻ എന്തൊക്കെയാണ്. പിന്നെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ ഒരു ടൂറിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ലെവൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് മാത്യൂസിൻ്റെ ആൻഡ് വാൾ പ്രൊവൈഡുള്ള 5 സ്റ്റേജ് മോഡലൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ആദ്യം ഇനീഷ്യലി ഒരു സ്ഥലത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗോവ, ആദ്യം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു ഡിസയർ, ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പണ്ട് ഗോവ നല്ല രീതിയിലേക്കുള്ള എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നുകിൽ വൈൻ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനമായിട്ട് സെൻറ്റർ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്നുള്ളത് ഈ ഓൾഡ് ചർച്ചസ് ഓഫ് ഗോവ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചർച്ചസ് ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നിങ്ങൾക്കൊരു ടോട്ടൽ ഫ്രീഡം കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഗോവ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്നുള്ളത് ഈവൻ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈവൻ ഇൻ്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഗോവയെ പറ്റിയിട്ട് അറിയുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ഗോവയെ പറ്റിയിട്ട് അറിഞ്ഞ് നിങ്ങൾ പോകാനായിട്ട് ഒരു ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്നു. മാത്യൂസ് ആൻഡ് വാൾ പറയുന്നത് 5 സ്റ്റേജ് മോഡൽ റിലേറ്റിംഗ് ടു ഡിസിഷൻ മേക്കിംഗ്, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒന്നാണിത്. സെക്കൻഡ് ടൈം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ബുക്സ് യൂസ് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നു. ഇത് ഇൻ്റർനെറ്റ് ഇല്ല, കാരണം വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് 2000 മുമ്പേ ഉള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഗോവയെ പറ്റിയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്നു.
ദെൻ ഫൈനലി ഡിസിഷൻ എടുക്കുന്നു ഏതൊക്കെ ഗോവയിൽ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകണം, അവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, അവിടുത്തെ അക്കോമഡേഷൻ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, ടിക്കറ്റ്സ് എടുക്കുന്നു, അതിൻ്റെ റിസർവേഷൻ ചെയ്യുന്നു, ബുക്കിംഗ്സ്, മണി, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കുന്നു, ക്ലോത്തിങ്, ജേണി, ഇത് പറഞ്ഞ രീതിയിലേക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പോസിറ്റീവായിട്ടാണ് ഗോവ എങ്കിൽ നിങ്ങൾ അത് വീണ്ടും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങൾ അത് വീണ്ടും ചെയ്യുന്നു. ഗോവയാണ് നല്ല സ്ഥലമാണ്, പോകണം, നിർബന്ധമായി പോകണമെന്ന് നിങ്ങൾ പറയുന്നു. അഥവാ നിങ്ങൾക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങളുടെ എൻഡ് റിസൾട്ട് എങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഗോവയിലേക്ക് പോകരുത് എന്ന് പറയുന്നു. അത് രണ്ടും ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് ഈ തരത്തിലേക്കാണ് മാത്യൂസൺ ആൻഡ് വാൾ എന്ന് പറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള 5 സ്റ്റെപ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പിന്നെ ഏതൊരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും എങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ഡിസ്കവറി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വാഴമല എന്ന് പറഞ്ഞത് അവിടെ ഒരു റോഡ് പോലും ആദ്യം ഉണ്ടായിട്ടില്ല. അത് കുറച്ച് ആളുകൾ എന്നുള്ളത് അവിടുത്തെ ലോക്കൽ പീപ്പിൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരു ഡിസ്കവർ എന്നുള്ളത്. പിന്നെ ലോക്കൽ റെസ്പോൺസ് വരുന്നു, അവിടത്തേക്കുള്ള ഒരു റോഡായി അല്ലെങ്കിൽ ജസ്റ്റ് ഷോപ്സ് ഒക്കെ വരുന്നു, ചെറിയ സ്മോൾ ഷോപ്സ് ഒക്കെ വരുന്നു, അങ്ങനെ ലോക്കൽ റെസ്പോൺസ് വരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, കൂടുതലായിട്ടും ലാർജായിട്ടുള്ള കമ്പനികൾ വരുന്നു, ഗവൺമെൻറ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക്. ഇങ്ങനെയാണ് ടൂറിസത്തിൻ്റെ ഒരു ടൈം ഫ്രെയിമിംഗ്, ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നോർമലി ഈ 5 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ എന്ന് പറയേണ്ടത്. വേൾഡ് വൈഡ് ആയിട്ട് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എന്നുള്ളത് ടൂറിസ്റ്റിൻ്റെ എക്സ്പെക്ടേഷൻ ഒരു ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് നമ്മളിപ്പോഴും ഡിമാൻഡ് ബേസ് ചെയ്തിട്ട് സപ്ലൈ സൈഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് പറയുന്ന 5 കാറ്റഗറീസ് ആണുള്ളത്. അതിലൊന്ന് അട്രാക്ഷനാണ്. അട്രാക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും 2 തരത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നാച്ചുറൽ അട്രാക്ഷൻസ് ഉണ്ട്, മാൻമെയ്ഡ് അട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ കൾച്ചറൽ അല്ലെങ്കിൽ എത്നിക് എന്നുള്ള രീതിയിലേക്കാണ് അട്രാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെയുള്ളത് ട്രാൻസ്പോർട്ടേഷനാണ്. ഹൗ ടു ഗെറ്റ് ദെയർ, നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, റോഡാവാം, റെയിലാവാം, എയർ ആവാം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആവാം, എങ്ങനെയാണ് നമ്മളെ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാനമായിട്ടുള്ള ഫാക്ടറാണ്. ദെൻ അക്കോമഡേഷൻ, ഒരു ബഡ്ജറ്റ് ഹോട്ടൽ, നമ്മുടെ നാട്ടിൽ കാണുന്ന ലോഡ്ജ് മുതൽ അങ്ങോട്ടേക്ക് 5 സ്റ്റാർ ഡീലക്സ് വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിലുള്ള ആളുകൾക്ക് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് കൺസേൺഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലാണ് ഈ അക്കോമഡേഷൻ സെക്ടർ കൂടുതലായിട്ടുള്ളത്. ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത്, കേരളം പോലെയുള്ള സ്ഥലത്ത് KTDCയുടെയും ITDCയുടെ ഒക്കെ ഹോട്ടൽ ചെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആണ്. സോ മെജോറിറ്റിയും പ്രൈവറ്റ് സെക്ടറിലാണെന്ന് മാത്രം. ഓക്കെ, ദെൻ സപ്പോർട്ട് സർവീസസ്, ഒരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് സർവീസസിൽ ഒന്ന് ഷോപ്സ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, ATMs ഉണ്ട്. ATM ഒന്നും ഇല്ല, മെഡിക്കൽ എയ്ഡ്, മെഡിക്കൽ ഷോപ്സ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, ബെറ്റർ ആയിട്ടുള്ള റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ്, ഇലക്ട്രിസിറ്റി, സീവേജ് ഡിസ്പോസൽ, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. സോ ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇത് കൂടാതെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നിങ്ങൾ പോകുന്ന സ്ഥലം എന്നുള്ളത് സേഫ് ആവണം, സെക്യൂർ ആവണം, സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് വേൾഡ് വൈഡായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വർഷാവർഷം നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്നത് UAE-യിലേക്കാണ്. ദുബായ് പോലെയുള്ള, അബുദാബി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ സേഫാണ്, സെക്യൂർ ആണ്, അവിടെ വേറൊരു പ്രോബ്ലം ഒന്നും അവിടെ വരാനില്ല. ആ തരത്തിലേക്ക് സേഫ്റ്റി എൻഷുവേർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് കൂടുതലായിട്ട് ടൂറിസ്റ്റ് പോകുന്നുണ്ടാണ്. പിന്നെ ലോ കോസ്റ്റ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ലോ കോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ടൂറിസ്റ്റ് എന്നുള്ളത് അട്രാക്റ്റഡ് ആയിട്ട് അവിടെ പോകുന്നു എന്നുള്ളതും ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പല ഏഷ്യൻ രാജ്യങ്ങളും എന്നുള്ളത് വിസിറ്റ് ഏഷ്യ, അല്ലെങ്കിൽ വിസിറ്റ് കേരള, വിസിറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നടന്നത് ഫെയർ ഒക്കെ കൂടുതലായിരിക്കും. മലേഷ്യ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെക്ക് യുവർ പ്രോഗ്രസ് കൃത്യമായി നിങ്ങൾ ഓരോന്നിൻ്റെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകണം, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. നമുക്ക് എക്സാം എഴുതാൻ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞു ടൂറിസം ഇമ്പാക്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ബ്ലോക്കായിട്ട് തന്നെ ടൂറിസം ഇമ്പാക്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സോ യൂണിറ്റ് 4 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം.
ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടൂറിസം ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ 4 ടയർ ഫ്രെയിം വർക്ക് എന്നുള്ളത് അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. SC ക്വസ്റ്റനായിട്ട് തന്നെ അത് വന്നേക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള SC ക്വസ്റ്റ്യൻസ് ഒക്കെയും വരാൻ സാധ്യതയുള്ള, ഒന്നിലധികം SC ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ടൂറിസം ഓർഗനൈസേഷൻസ്, ഇതും പ്രധാനമായിട്ടുള്ള മൊഡ്യൂളാണ്. പേജ് നമ്പർ 17. ഓക്കെ, ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്കിതിനകത്ത് എന്താണ് ഇൻഡസ്ട്രി എന്നും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതും കൂടി നോക്കാം. പ്രധാനമായും ടൂറിസം ഇൻഡസ്ട്രി എന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനെ, ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലുള്ള പ്രധാനമായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്താണ്, ടൂറിസം ഇൻഡസ്ട്രിയുടെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണുള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അതിനകത്ത് പ്രധാനമായും ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈമറി ഓർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രൈമറി ഓർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് മീൻസ് ഡയറക്ട്ലി ടൂറിസ്റ്റിനെ സർവീസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണെന്നുള്ളതാണുള്ളത്. അതിലൊന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇതൊരു മൊഡ്യൂൾ തന്നെയാണ്, യൂണിറ്റ് നമ്പർ 8 ഇതിൻ്റെ മൊഡ്യൂളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതൊക്കെ യൂണിറ്റ് നമ്പർ 8 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. റോഡ്, റെയിൽ, എയർ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഹൗ ടു ഗെറ്റ് ദെയർ, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എങ്ങനെ റീച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ സൈറ്റ് സീയിങ്, അതേപോലുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇസ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ ഡയറക്റ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്നുള്ളത് ഒരു കോട്ടേജ് മുതൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ലോഡ്ജ് മുതൽ, ഒരു ഹൗസ് ബോട്ട് മുതൽ 5 സ്റ്റാർ ഹോട്ടൽ വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ് വരുന്നത് അക്കോമഡേഷൻ എന്നുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് എഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ സൗകര്യം ഏത് സ്ഥലത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ട് ടൂറിസ്റ്റ് ആ സ്ഥലങ്ങളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. പ്രൈമറി കോൺസ്റ്റിറ്റ്യൂവൻസിൽ അടുത്ത് വരുന്നത് കാറ്ററിംഗ്, ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പ്രധാനമായും ഒന്നുകിൽ ബെറ്റർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ദാബാസ്, റോഡ് സൈഡ് ലെവലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ദാബാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെയും എന്നുള്ളത് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ലെവലിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഓഫർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പബ്ബ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നുള്ളത് ബാറുകൾ, ഇതൊക്കെയും എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കാറ്ററിംഗ്, ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയും ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ട്രാവൽ ഇൻ്റർമീഡിയറീസ്. മേജർ കോൺസ്റ്റിറ്റ്യൂവൻസിൽ അടുത്തത് ട്രാവൽ ഇൻ്റർമീഡിയറീസ് ആണ്. പ്രധാനമായും ട്രാവൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞത് ട്രാവൽ ഏജൻസീസും ടൂർ ഓപ്പറേറ്റർ ആൻഡ് ഗൈഡ് സർവീസസ് ആണ് പ്രധാനമായും ട്രാവൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് വരുന്നത്. അതായത് സർവീസ് പ്രൊവൈഡേഴ്സിനും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റിനും ഇടയിൽ നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകളാണ് ട്രാവൽ ഇൻ്റർമീഡിയറീസ് എന്നത്. പ്രധാനമായും ട്രാവൽ ഇൻ്റർമീഡിയറീസ് എന്നറിയപ്പെടുന്ന ട്രാവൽ ഏജൻസീസ് ഉണ്ട്, ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനീസ് ഉണ്ട്, ഗൈഡ് സർവീസസ് ഉണ്ട്. ഓക്കെ, പ്രധാനമായും ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞത് പ്രധാനമായും വരുന്നത്, travel agency has specialized departments have eaching in to perform different functions such as providing travel information. Travel agency ചെയ്യുന്നത് travel related ആയിട്ടുള്ള പ്രധാനമായും ട്രാവൽ ഏജൻസിയുടെ ഫങ്ഷൻസിൽ ഒന്ന് പ്രൊവൈഡിങ് ട്രാവൽ ഇൻഫർമേഷൻ. നിങ്ങൾ ഏതൊരു ട്രാവൽ ഏജൻസിയിലാണോ പോകുന്നത് അവിടെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് ദുബായ് ഒരു ഫ്ലൈറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഫെയർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ
അത് കൃത്യമായി അഡിക്വേറ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ട്രാവൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ അവർ തരും. ഏതൊരു ട്രാവൽ ഏജൻസി ആണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ട്രാവൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രിപ്പയറിംഗ് ഐറ്റിനറീസ്, ടൂർ ഐറ്റിനറീസ് എന്ന് പറഞ്ഞത്, ഐറ്റിനറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ടൂർ. നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ സാധ്യതയുള്ള ഒരു ടൂറിൻ്റെ പേരിൽ ഏറ്റവും ബ്രീഫ് ആയിട്ട് ഡിസ്ക്രിപ്ഷനാണ്. അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ട്രാവൽ ഏജൻസിയുടെ ഒരു ഫംഗ്ഷനാണ്. ലിസണിങ് വിത്ത് പ്രൊവൈഡേഴ്സ് ഓഫ് സർവീസസ്, ആരൊക്കെയാണോ സർവീസ് പ്രൊവൈഡേഴ്സ് ഉള്ളത്, ഹോട്ടലിയേഴ്സ് ആവാം, എയർലൈൻസ് ആവാം, ചിലപ്പോൾ തീം പാർക്സ് ആവാം, ആരാണെങ്കിലും അവരുമായിട്ട് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രധാനമായും ട്രാവൽ ഏജൻസീസിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഫംഗ്ഷനാണ്. പ്ലാനിങ് ആൻഡ് കോസ്റ്റിംഗ് ടൂൾസ്, ടൂർ പാക്കേജസിൻ്റെ പ്ലാനിങ്ങും അതേപോലെ തന്നെ കോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എത്രയാണ് ബഡ്ജറ്റ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതൊക്കെയും പ്രധാനമായും ട്രാവൽ ഏജൻസിയുടെ ഒരു ഫംഗ്ഷനാണ്. പിന്നെ ടിക്കറ്റിംഗ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്കറ്റിംഗ്, എയർ ടിക്കറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ റെയിൽ ടിക്കറ്റിംഗ്, ബസ്, അതേപോലെയുള്ള കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും എന്നിട്ടത് ഷോയിൻ്റെ ഒക്കെ ആണെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ടാകും, അതിൻ്റെ ടിക്കറ്റിംഗ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊവൈഡിങ് ഫോറിൻ കറൻസി, 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ ട്രാവൽ ഏജൻസീസിന് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ട്. അതുള്ള ആളുകൾക്ക് നല്ലത് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലേക്ക് പിന്നെ എല്ലാ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ട്രാവൽ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ട്രാവൽ ഏജൻസീസിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയുടേതാണ്. ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയുടേത് പ്രധാനമായും പാക്കേജ് ടൂർസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനീസിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. പാക്കേജ് ടൂർ എന്ന് പറയുന്നത്, പാക്കേജ് ടൂർ എപ്പോഴും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പ്രീ പ്ലാൻഡ് വെക്കേഷൻസ് ആണ് നോൺ ആസ് പാക്കേജ് ടൂർസ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വെക്കേഷൻസിനെയാണ് പാക്കേജ് ടൂർ എന്ന് പറയുന്നത്. ഈ പാക്കേജ് ടൂർസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്നുള്ളത്. ദെൻ വേറൊരു ട്രാവൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഗൈഡ് സർവീസസ് ആണ്. ഒരു ഡെസ്റ്റിനേഷൻ കൃത്യമായും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതും വരുന്ന ടൂറിസ്റ്റ് അവരുടെ ലാംഗ്വേജ്, ചിലപ്പോൾ നിങ്ങളിപ്പോൾ താജ്മഹലാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് മലയാളമായിരിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാം. ഈ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആ താജ്മഹലിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയും വെയറബൌട്ട്സൊക്കെയും കൃത്യമായും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഒരു ടൂർ ഗൈഡ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോഴും ചെയ്യുന്നത്. ആ തരത്തിലേക്ക് കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലേക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മാനറിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളെയാണ് ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്നത്. കൺസേൺഡ് ആയിട്ടുള്ള മോണുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റി മൊത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ ആയിരിക്കാം, എന്താണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ അവസാനം, ചിലപ്പോൾ ഒരു ട്രെക്കിംഗ് ആണെങ്കിൽ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനം വരെ ഈ ടൂർ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ പോകുന്ന ആളുകളെയാണ് ഗൈഡ് സർവീസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ദെൻ വേറൊരു പ്രൈമറി കോൺസ്റ്റിറ്റ്യൂൻസുമായി ബന്ധപ്പെട്ടുള്ളത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്, ടൂറിസം ഓർഗനൈസേഷൻസ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ്, MOT ആണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് ഏജൻസീസ്, ഫോർ എക്സാമ്പിൾ ITDC, ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്, കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് ഉള്ളത്. ഇന്ത്യയിൽ ഏകദേശം 24 സ്ഥലങ്ങളിൽ നടന്നത് ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ഫോറിനേഴ്സിന് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലേക്ക്. ഇന്ത്യക്ക് പുറത്തും ടൂറിസം ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ലണ്ടൻ പോലെയുള്ള, പാരീസ് പോലെയുള്ള സിറ്റീസിലൊക്കെയും ഇന്ത്യയുടെ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ പോലും ഇന്ത്യയുടെ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ടൂറിസം ഓർഗനൈസേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ITDC, KTDC പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസം ഓർഗനൈസേഷൻ, UNWTO, IATA പോലെയുള്ള ഓർഗനൈസേഷൻസ്, നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഇത്രയുമാണ് പ്രധാനമായും പ്രൈമറി കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് അല്ലെങ്കിൽ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ളത്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബൈഹേർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു SI ക്വസ്റ്റൻ ആണ്, ഷുവർ ക്വസ്റ്റൻ ആണ്. പിന്നെ എന്താണ് ട്രാവൽ ഇൻ്റർമീഡിയറി എന്ന് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ദെൻ സെക്കൻഡറി കോൺസ്റ്റിറ്റ്യൂൻസ്, ടൂറിസ്റ്റിന് ഡയറക്റ്റ്ലി സർവീസ് ചെയ്യുന്ന മറ്റുള്ള ഏരിയാസ് എവിടെയാണ് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പ്രധാനമായും ടൂറിസ്റ്റുമായി ഇൻട്രാക്ട് ചെയ്യുന്ന, ടൂറിസം ഇൻഡസ്ട്രിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയാസ് ഇതൊക്കെയാണ്. ഷോപ്സ് ആൻഡ് എംപോറിയംസ്, ടൂറിസം ഡെസ്റ്റിനേഷൻസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോനിയേഴ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന എംപോറിയംസ് ഉള്ളത്. എറക്കൽ കേവ്സിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ പോകുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അവിടെയുള്ള ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആക്കാം, ഹാൻഡ്ലൂംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിടുത്തെ
ബാംബൂസ് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഹാൻഡിക്രാഫ്റ്റ്സ് സോൺ ഈസ് ലോക്കൽ ടാക്സി ട്രാൻസ്പോർട്ടേഷൻ, ഹോഗേഴ്സ് ആൻഡ് കൂലീസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സർവീസ്, STD ബൂത്ത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ടോൾസ് ആൻഡ് ബ്രോക്കേഴ്സ് ഉണ്ടാവാം, അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ടാവാം, അതേപോലെ തന്നെ ആർട്ടിസ്റ്റ്, പെർഫോമൻസ് മ്യൂസിഷ്യൻസ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ എന്താണ്ടത് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവാം, റെയിൽവേ ട്രാൻസ്പോർട്ട് സർവീസ്, ഷോപ്പിംഗ്, F&B സർവീസസ്, വൂൾ, സീൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലെതർ ആൻഡ് ലെതർ പ്രൊഡക്ട്സ്. ഏത് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അതിൻ്റെ അവിടെയുള്ള പ്രധാനമായിട്ടുള്ള സെയിൽസുമായി ബന്ധപ്പെട്ടാണ് സെക്കൻഡറി കോൺസ്റ്റിറ്റ്യുവൻസ് ഉള്ളത്. ഷോപ്സ് ആൻഡ് എംപോറിയംസ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. എന്തൊക്കെയാണ് സെക്കൻഡറി കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ ഇത് മാത്രം വന്നേക്കാം 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ടൂറിസം ഓർഗനൈസേഷൻസ് ആണുള്ളത്. ഓക്കെ, പ്രധാനമായും ടൂറിസം ഓർഗനൈസേഷൻസിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്നത് UNWTO ആണ്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷൻ എന്നുള്ളത്. UNWTOയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒരു essay ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് essay ആയിട്ടോ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഓക്കെ, ഒന്നുകിൽ 20 മാർക്സിന് അല്ലെങ്കിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് UNWTOയുടെ ഫംഗ്ഷൻസ് ചോദിച്ചേക്കാം എന്നുള്ളതാണ്. UNWTO അല്ലെങ്കിൽ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 1975 ഫൗണ്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ എന്താണത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും എന്താണത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റ്സിൻ്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റൽ ഏജൻസീസ് ആണ് ഇതിനെ റൂൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. IOTO 1919 1919 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള IOTOയുടെ ഒരു അതിനുശേഷമാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. 1947 മുതൽ 1975 വരെയൊക്കെ എന്നുള്ളത് IOTO എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പ് 1990 ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന 1975 ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള UNWTO ഫോം ചെയ്യുന്നത്. ഏകദേശം വേൾഡിലെ 193 രാജ്യങ്ങളിൽ നിന്ന് UNWTO എന്ന് പറഞ്ഞത് നിലവിലുണ്ട് എന്നുള്ളതാണ്. മെമ്പർഷിപ്പുള്ള ഒരു ഇതാണ്. ദെൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സബ്സിഡിയറി ഓർഗനൈസേഷനാണ് UNWTO എന്നുള്ള രീതിയിലേക്കാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സെക്രട്ടേറിയറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് മാൻഡ്രിഡിലാണ്. സ്പെയിനിലെ മാൻഡ്രിഡിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ജനറൽ അസംബ്ലി 2 വർഷത്തിലൊരിക്കലാണ് സാധാരണഗതിയിൽ ജനറൽ അസംബ്ലി ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സാണ്. 2 വർഷത്തിലൊരിക്കലാണ് എക്സിക്യൂട്ടീവ് കൗൺസിലും ചേരുന്നത്. ഇതിൻ്റെ എന്നുള്ളത് എന്താണ് എയിം എന്നുള്ളത്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, ഇതിനൊക്കെ ഒരു ടൂളായിട്ട് ടൂറിസത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പീസ്, പ്രോസ്പെരിറ്റി, യൂണിവേഴ്സൽ റെസ്പെക്ട് ഫോർ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഫോർ ഓൾ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റേസ്, സെക്സ്, ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. ഈ 4 കാര്യങ്ങൾക്കില്ലാത്ത എല്ലാ തരത്തിലേക്കുള്ള ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും പീസ് ആണെങ്കിലും പ്രോസ്പെരിറ്റി ആണെങ്കിലും കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ എയിം വരുന്നത്. ഓക്കെ, ദെൻ പ്രധാനമായിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ടെക്നിക്കൽ കോർപ്പറേഷൻ, വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നല്ലത് ടെക്നിക്കലി കോർപ്പറേഷൻ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണെന്ന്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നത് UNWTOയുടെ പ്രധാനമായിട്ടുള്ളതാണ് ഒരു ഫംഗ്ഷനാണ്. എൻവയോൺമെൻറ്റ് ആൻഡ് പ്ലാനിങ്, ഏറ്റവും കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സമ്മിറ്റ്സ് അല്ലെങ്കിൽ നല്ല സെമിനാർസ് കണ്ടക്ട് ചെയ്യുക എന്നൊക്കെയും വരുന്നത് UNWTOയുടെ ആണ്. ദെൻ ഫെസിലിറ്റേഷൻ ആൻഡ് ലിബറലൈസേഷൻ, ടൂറിസത്തെ ബാരിയർ ഫ്രീ ആയിട്ട് എന്നുള്ളത് ഓരോരോ രാജ്യങ്ങൾക്കും ഈസി ആയിട്ട് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ലിബറലൈസേഷൻ നയങ്ങൾ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്കുള്ള അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഓരോരു ഫംഗ്ഷൻ വരുന്നത്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ, ടൂറിസത്തെ ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഫംഗ്ഷൻ വരുന്നത്. ദെൻ പബ്ലിക്കേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞത് എന്നുള്ളത് ചെയ്യുന്നത് UNWTO ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഇയർ ബുക്ക് ഓഫ് ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവരുന്നത്. അത് കൃത്യമായും എന്താണത് പബ്ലിഷ് ചെയ്യുന്നത് UNWTO ആണ്. ഓരോരോ രാജ്യങ്ങളിലേക്ക് എത്രത്തോളം ആളുകൾ വരുന്നുണ്ട്, കറണ്ട് ട്രെൻഡ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായും വരുന്നത് ഇയർ ബുക്ക് ഓഫ് ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ്. ദെൻ ഡിഫറെൻ്റ് ആയിട്ട് ടൂറിസം ബാരോമീറ്റർ പോലെയുള്ള ക്വാർട്ടർലി ആയിട്ട് വരുന്നൊരു പബ്ലിക്കേഷനാണ് ടൂറിസം ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഓരോ 3 മാസത്തിലും വേൾഡ് വൈഡ് ആയിട്ട് ആളുകളുടെ എണ്ണം എവിടേക്കാണ് പോകുന്നത് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും UNWTO ആണ്. ഇതൊക്കെയാണ് മറ്റുള്ള ബുക്കുകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഓരോന്നായിട്ട് തന്നെ. നെക്സ്റ്റ് ഇസ് അതർ ഓർഗനൈസേഷൻസിൽ തന്നെ UNWTO ബൈ ഹെഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇസ്
അതർ ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് അയാട്ട ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള ഏജൻസിയാണ്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നുള്ളത് എയർലൈൻസിൻ്റെ നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതോടൊപ്പം തന്നെ എയർലൈൻസിൻ്റെ ഇന്റർനാഷണലി വരുന്ന എല്ലാ ഷെഡ്യൂൾഡ് എയർലൈൻസിൻ്റെയും അവരുടെ ഓർഗനൈസേഷനാണ് അയാട്ട എന്നറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നാണ്. ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇന്റർനാഷണൽ എയർലൈൻസ് ആയിരിക്കും. അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എയർലൈൻസ് ആണ് ഉള്ളത്. ദെൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള എലിയേഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. അതായത് ഓരോരോ സ്ഥലത്തെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിയേഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മെമ്പർഷിപ്പ് വരുന്നത്. സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള എയർ ട്രാവൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. റിലയബിൾ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എക്കണോമിക് എയർ ട്രാൻസ്പോർട്ടേഷൻ ട്രാവലേഴ്സിനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആയിട്ട് എയിം എന്ന് പറഞ്ഞത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്, കൺസേൺഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇഷ്യൂസൊക്കെ എന്നുള്ളത് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പ്രധാനമായിട്ടുള്ള എയിം വരുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഗ്ലോബൽ എയർ റൂട്ട്സ് സെറ്റ് ചെയ്യുന്നു, അതേപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എയർ ഫെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെയും അയാട്ടയാണ്. അയാട്ടയുടെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സാണ്. 6 months ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കരിയറിൽ ഈ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ എയർലൈൻ ആണ് നിങ്ങളുടെ കരിയർ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 months അയാട്ടയുടെ കോഴ്സ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഉഫ്റ്റ, യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ആണ് ഉഫ്റ്റ എന്ന് പറയുന്നത്. 1966 ഇത് ഫോം ചെയ്യുന്നത്. അയാട്ട ഫോം ചെയ്തത് 1945 അയാട്ട ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഏതൊരു ട്രാവൽ ഏജൻസിക്കാണെങ്കിലും ടിക്കറ്റിംഗ് നടത്തണമെങ്കിൽ, ടിക്കറ്റിംഗ് ബിസിനസ് ചെയ്യണമെങ്കിൽ അയാട്ടയുടെ അപ്രൂവൽ ആവശ്യമാണ്. ഞാനത് പറയാൻ നേരത്തെ മറന്നു. ദെൻ യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ. ഓക്കെ, 1966 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള നാഷണൽ ഓർഗനൈസേഷൻസിൻ്റെയും റീജിയണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒക്കെ കൂട്ടായ്മയായിട്ടാണ് യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ എന്നുള്ളത്. പ്രധാനമായും മറ്റുള്ള അസോസിയേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. IFTO, IYHF, IHA, ഇന്റർനാഷണൽ ഹോട്ടൽ അസോസിയേഷൻ, അതേപോലെയുള്ള IATM, പാറ്റ, പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പോലെയുള്ള അസോസിയേഷൻസ് അതിനകത്തുണ്ട്. ഇതെല്ലാം പിന്നെ ഉള്ളത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സാധാരണ ഇതിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ തന്നെ പറയുന്ന പേര് എന്ന് പറയുന്നത് നാഷണൽ ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ്, NTO എന്നാണ് അറിയപ്പെടുക. ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള NTOs ഉണ്ടാവും, നാഷണൽ ടൂറിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ഇന്ത്യയിൽ NTO ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ടൂറിസം. മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ് ഇന്ത്യയിൽ NTO ആയിട്ട്, നാഷണൽ ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള 3 കാര്യങ്ങളാണ്: ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, മാർക്കറ്റിംഗ്. ഈ കാര്യങ്ങളാണ് സാധാരണ NTOs ചെയ്യുന്ന അവരുടെ ഫങ്ഷൻസ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ്. അവരാണ് പോളിസി ഫോർമേഷൻ ആൻഡ് പ്ലാനിങ്. ഇന്ത്യയിൽ ടൂറിസം പോളിസി മേക്കേഴ്സ് ആയിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ്. പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ്, ഇന്ത്യ ആസ് എൻ ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് incredibleindia.org എന്നുള്ള വെബ്സൈറ്റ് വഴി ഇന്ത്യയിലേക്കുള്ള ടൂറിസം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയും ഈ ഒരു ഏജൻസിയാണ് വരുന്നത്. ദെൻ കോർഡിനേറ്റിംഗ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനെയും കൃത്യമായും കമ്പൈൻ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള അതിനെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏജൻസി കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം എന്നുള്ളത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ലെവലിലുള്ള കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ലെവലിൽ ഡിഗ്രി, PG കോഴ്സസ് വരുന്നുണ്ട്. ഈവൻ PhD അടക്കമുള്ള സൗകര്യങ്ങൾ ഇന്ന് ടൂറിസം ലെവലിൽ ഇതുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ടൂറിസം ലെജിസ്ലേഷൻ ആൻഡ് റെഗുലേഷൻസ്, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ലെജിസ്ലേഷൻ ഒക്കെ ചെയ്യുന്നതും അതിൻ്റെ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ്, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് കീഴിലുള്ളത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞു, പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ദെൻ പ്രധാനമായിട്ടുള്ള വേറൊരു ഗവൺമെന്റ് ലെവലിലുള്ള ഒരു ഏജൻസിയാണ് ITDC എന്നുള്ളത്, ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നുള്ളത്. 1966 ITDC ഫോം ചെയ്യുന്നത്.
ഇന്ത്യയിൽ പ്രധാനമായും നടന്നത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക, ട്രാവലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് IDDC ഹോട്ടൽസ്, അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഹോട്ടൽ ചെയിൻസ് ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതൊക്കെയും നടന്നത് ITDCയുടെ അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഒക്കെ നിലവിലുണ്ട്. ദെൻ അവരുടെ കീഴിലുള്ള ട്രാവൽ ഏജൻസിയാണ് അശോക ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത്. ആ തരത്തിലേക്ക് ഗവൺമെന്റ് സെക്ടറിൽ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസീസ് ആണ് ഇത് രണ്ടും. ഓക്കെ, അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് വരുന്നുണ്ട്, ടൂർസ് ആൻഡ് ട്രാവൽസ് വരുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ എന്താ പറയേണ്ടത്, ഒരു കാലം വരെയും ഇന്ത്യയിലെ എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്സും, എയർപോർട്ട്സിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് റൺ ചെയ്തിരുന്നത് ITDC ആയിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ്, ഫോർ എക്സാമ്പിൾ ആഗ്ര ഫോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് ചെയ്തിട്ടുള്ളത് ITDC ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസീസാണ് ITDC എന്നുള്ളത്. ഇന്നും അശോക ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞത് ബാംഗ്ലൂരുണ്ട്, ഡൽഹി ഉണ്ട്. ഇതൊക്കെയും 5 സ്റ്റാർ ലെവലിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഹോട്ടലുകളിൽ ഒന്നൊക്കെയായിരുന്നു അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് എന്നൊക്കെ പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന്റെ ഭാഗമായിട്ടുള്ള ടൂറിസം ഏജൻസീസ് ആണ് ഇതിനകത്തുള്ളത്. പോളിസി ഫോർമേഷൻ, അതേപോലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, അതേപോലെ ഗേറ്റ് സർവീസ് ഓഫർ ചെയ്യുന്നു, സൈറ്റ് സീയിങ് പാക്കേജസ് ചെയ്യുന്നു, ലോഡ്ജിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് ഉള്ളത്. അതിൻ്റെതായിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ടൂറിസം, കേരള ഗവൺമെന്റ് കീഴിലാണ് അത് വരുന്നത്. ഓക്കെ, ദെൻ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ്. പ്രൈവറ്റ് സെക്ടർ മീൻസ് ഇന്നത്തെ പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് അയാട്ടോ, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ് അയാട്ടോ എന്ന് പറയുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ്. 1981 ഇത് ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനീസിൻ്റെയും എന്നുള്ളത് അംബാസിഡർ ആയിട്ട് നിൽക്കുന്ന ഏജൻസിയാണ് അയാട്ടോ എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗുഡ് വിൽ ടു ദ അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ്. ടൂറിസ്റ്റിന് ആ തരത്തിലേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലേക്ക് ടൂർ ഓപ്പറേഷൻ ബിസിനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. 1981 ഇതിനകത്ത് ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്. മീൻസ് നല്ലത് ഇന്ത്യയിൽ തന്നെയുള്ള ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷനെയും ഈ പറയുന്ന ആക്റ്റീവ് മെമ്പർ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഏകദേശം നല്ലത് 10 lakhs ഒക്കെയാണ് അതിൻ്റെ മിനിമം നല്ലത് എമൗണ്ട് ആയിട്ട് വരുന്നത്. ദെൻ അലൈഡ് മെമ്പേഴ്സ് എന്നുള്ളത് മറ്റുള്ള ഹോട്ടലേഴ്സ്, കാറ്ററിംഗ്, എക്സ്കർഷൻ ഏജൻസ് ഇതേപോലുള്ള ആളുകളൊക്കെയാണ് ഈ അലൈഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ മറ്റുള്ള കാറ്റഗറീസ്, ഓവർസീസ് അലൈഡ് മെമ്പേഴ്സ്, അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്, ഹോണറി മെമ്പേഴ്സ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അയാട്ടോയുടെ ഇത് വരുന്നത്. പിന്നെ അയാട്ടോയുടെ എന്നുള്ളത് എയിംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചിട്ട് പോവുക. ഇതും സാധാരണഗതിയിൽ ഒരു essay question ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ടായ് എന്നാണ് അറിയപ്പെടുന്നത്. ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ട്രാവൽ ഏജൻസീസിൻ്റെ ആദ്യത്തെ ഓർഗനൈസേഷനാണ്. 1951 ഇത് ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലെ അന്നുണ്ടായിട്ടുള്ള എല്ലാ ട്രാവൽ ഏജൻസീസിൻ്റെയും ഒരു ഓർഗനൈസേഷനായിട്ടാണ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉള്ളത്. ട്രാവൽ ഏജൻസീസിൻ്റെ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ദെൻ ഇതിന് 4 ഏരിയാസിൽ എന്നുള്ളത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് സൈഡിൽ 4 റീജിയണലായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. ദെൻ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ബോഡി ആയിട്ടാണ് ടായ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. മുംബൈ ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് ഫ്രായ് ആണ്, ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഫ്രായ് എന്നാണ് വരുന്നത്. 1954 ഫ്രായ് വരുന്നത്. ദെൻ 1955 ഇതൊരു റീജിയണൽ ആയിട്ടുള്ള അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അതിന് ഓരോരോ റീജിയനിലും അതിൻ്റെതായിട്ടുള്ള റീജിയണൽ അസോസിയേഷൻസും ഒക്കെ വന്നു. ഇന്ത്യയിലെ എല്ലാ ഹോട്ടൽസിൻ്റെയും റെസ്റ്റോറൻറ്റ്സിൻ്റെയും എന്നുള്ളത് ആനുവലി ഉള്ള ഗൈഡ് ബുക്കും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായി അവരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ദെൻ ഈ പറയുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഇവർക്കുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും കൃത്യമായി ഗവൺമെൻറ്റിനോടും മറ്റുള്ള ഏജൻസീസിനോടും അറിയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്നത്. ദെൻ ഇറ്റ്സ് എ മെമ്പർ ഓഫ് IHA, ഇന്റർനാഷണൽ ഹോട്ടൽ അസോസിയേഷൻ്റെ മെമ്പർ കൂടിയാണ് ഫ്രായ് എന്നറിയപ്പെടുന്നത്. സോ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷൻസ് വരുന്നത്. സോ ഇതിനകത്ത് പഠിക്കേണ്ടത് പ്രധാനമായും അയാട്ടോ ഒരു ചോദ്യമായിട്ട് വന്നേക്കാം. ഫ്രൈ ഒക്കെ എന്നുള്ള ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് മൊത്തത്തിൽ ടൂറിസം ഇന്റർനാഷണൽ ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതേണ്ടി വരും. ദെൻ ഗവൺമെന്റ് സെക്ടറിലുള്ള ഏജൻസീസ്, NTO എന്താണെന്നും NTOന്റെ ഫംഗ്ഷൻസും ചോദിച്ചേക്കാം. നാഷണൽ ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് NTO എന്നുള്ളത്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രൈമറി ആൻഡ് സെക്കൻഡറി കോൺസ്റ്റിറ്റ്യുവൻസ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറഞ്ഞിട്ടൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രി എന്താണെന്നും അതിനകത്തുള്ള പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസും സെക്കൻഡറി കോൺസ്റ്റിറ്റ്യുവൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് 5 എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ബുക്ക്ലെറ്റിൽ അടുത്ത ഏരിയ വരുന്നത്
ഒരു ബ്രേക്കിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 40 മിനിറ്റ്സ് കൂടി ഇത് ഈ ഒരു ഇതും യൂണിറ്റ് 6 കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തൽക്കാലം നിർത്താം. 6ഉം 7ഉം കൂടി എടുത്തിട്ട് ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ. ടൂറിസം റെഗുലേഷൻസ് നോർമലി ടൂറിസം റെഗുലേഷൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചർ വളരെ കൃത്യമായും പേജ് നമ്പർ 29 നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എസ്സേ ആയിട്ടാണ് ചോദിക്കുക, ടൂറിസം റെഗുലേഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ളത്. പ്രധാനമായും വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസം അല്ലെങ്കിൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാവൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായും പാസ്പോർട്ട് ആൻഡ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാവൽ എന്നുള്ള റെഗുലേഷൻസ്. ഇൻബൗണ്ട് മീൻസ് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെയാണ് ഇൻബൗണ്ട് എന്നുള്ളത്. ഒരു ഫോറിനർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഇൻബൗണ്ട് ട്രാവൽ റെഗുലേഷൻസ് പറഞ്ഞത്. ഔട്ട്ബൗണ്ട് മീൻസ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് ഔട്ട്ബൗണ്ട് ട്രാവൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾ നല്ലത് ദുബായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനമായിട്ടുള്ള ട്രാവൽ റെഗുലേഷൻസ് ആണ് ട്രാവൽ റെഗുലേഷൻസ് ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടുള്ളത് പാസ്പോർട്ട് ആൻഡ് വിസ റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, പാസ്പോർട്ട് ആൻഡ് വിസ റിക്വയർമെന്റ്സ്. ഏതൊരു ഫോറിൻ കൺട്രിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നേപ്പാൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും നമുക്ക് പാസ്പോർട്ട് നിർബന്ധം, വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നിർബന്ധമാണ്. സോ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനാണെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ്. പാസ്പോർട്ട് എന്ന് പറയുന്നത് നോർമൽ പാസ്പോർട്ട്, ഓർഡിനറി പാസ്പോർട്ട് എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു പോവാം. ദെൻ വിസ റിക്വയർമെന്റ്സ്. വിസ മീൻസ് എന്നുള്ളത് ഒരു ഫോറിൻ കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഫോറിൻ കൺട്രി നിങ്ങളെ അങ്ങോട്ടേക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നതിനാണ് നമ്മൾ വിസ എന്ന് പറയുന്നത്, ടൂറിസ്റ്റ് വിസ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏത് വിസയാണെങ്കിലും. ഓക്കെ, ദെൻ സ്പെഷ്യൽ പെർമിറ്റ് എല്ലാ പ്രത്യേക റീജിയനിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ സിക്കിം പോലുള്ള, അരുണാചൽ പ്രദേശ്, അങ്ങനെ നാഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങൾക്ക് പോകുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർമിറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്, അൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോവുകയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർമിറ്റ് അഡീഷണൽ ആയിട്ട് ആവശ്യം വരും നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രാവൽ റെഗുലേഷൻ്റെ ഭാഗമായിട്ട്. ദെൻ കസ്റ്റംസ് റെഗുലേഷൻസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് കസ്റ്റം റെഗുലേഷൻസ്. അവിടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ, അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മെൻഷൻ ചെയ്യുന്ന ഒന്നാണ് കസ്റ്റം റെഗുലേഷൻസ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ട്രാവൽ റെഗുലേഷൻസ് ഈ 3 കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് റെഗുലേഷൻസ്, കറൻസി എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ഏതൊക്കെ കറൻസിയാണ് വാലിഡ് ആയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ കറൻസി എക്സ്ചേഞ്ച് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു കറൻസി ഡിക്ലറേഷൻ ഫോം, നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും പോകുന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ കയ്യിലുള്ള കറൻസിയുടെ, നമ്മുടെ കയ്യിലുള്ള വാല്യൂബിൾസിൻ്റെ ഒക്കെ ലിസ്റ്റ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് കറൻസി ഡിക്ലറേഷൻ ഫോം പറയുന്നത്. ഏത് ഫോറിൻ കൺട്രിയിൽ പോകുമ്പോഴും നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കും. പിന്നുള്ളത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഏത് രാജ്യത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും ഔട്ട്ബൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻബൗണ്ട് ആയിക്കോട്ടെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ട്രാവൽ ഇൻഷുറൻസ് ഉള്ളത്. നിങ്ങൾ ലോസ് ഓഫ് ബാഗേജ് അല്ലെങ്കിൽ ഡെത്ത്, ഇഞ്ചുറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പോളിസി ലെവലിൽ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വേണ്ടിയിട്ടാണ് ട്രാവൽ ഇൻഷുറൻസ് ഉള്ളത്. ദെൻ ഇൻകം ടാക്സ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏത് തരത്തിലേക്കാണ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ടാക്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് എന്നുള്ളതാണ് ഇൻകം ടാക്സ് എന്നുള്ളത്. ദെൻ ഫോറിൻ ട്രാവൽ ടാക്സ്. ഫോറിനേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ നല്ലത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർപോർട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ടൊരു ടാക്സ് വരുന്നുണ്ട്. അതാണ് ഫോറിൻ ട്രാവൽ ടാക്സ് എന്നുള്ളത്, FTT എന്ന് പറയും. ദെൻ ഹെൽത്ത് റെഗുലേഷൻസ്. ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വാക്സിനേഷൻ, ഇന്ന് സെറിൻ വാക്സിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കോളറ അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗങ്ങളുടെ വാക്സിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പറയേണ്ടി വരും. ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു. ചില രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വി ഹാവ് ടു കംപ്ലീറ്റ് സം കൈൻഡ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലോ ആൻഡ് ഓർഡർ റെഗുലേഷൻസ്. ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, പോലീസ് ആൻഡ് ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസ്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ചീറ്റിങ്ങിനുള്ള ലോ എന്താണ്, ആൻറ്റിക്വിറ്റീസ് എന്നുള്ളത് പുരാവസ്തുക്കൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ലോ നമ്മൾ അറിഞ്ഞിരിക്കണം. മാൽ പ്രാക്ടീസസ് ഓഫ് ഷോപ്പിങ്ങിൽ നമ്മൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടോ അല്ലെങ്കിൽ എന്നുള്ളത് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഇല്ല എങ്കിലൊക്കെയാണ് ഈ ഷോപ്പിംഗ് മാൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് കേസെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അക്കോമഡേഷൻ ആൻഡ് കാറ്ററിംഗ് റെഗുലേഷൻസ്. എങ്ങനെയാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ പ്രധാനമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും, ഒരു കാറ്ററിംഗ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. സോ ടൂറിസം റെഗുലേഷൻസ് കംപ്ലീറ്റ്ലി ഒരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്ത് വരും.
ഓക്കെ, 600 വേർഡ്സിലാണ് എസ് ചെയ്തേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഇൻട്രോ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക. ദെൻ അത് എക്സ്പാൻഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാവൽ സർവീസസിൽ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള കറൻ്റ്ലി വിസ എന്ന് പറഞ്ഞത് എപ്പോഴും പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസ്റ്റ് വിസാസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. വിസ എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നുള്ളത് മാറി ഇപ്പോൾ നേപ്പാളിലേക്ക് മാത്രമാണ്. ഭൂട്ടാൻ, ബംഗ്ലാദേശിലൊക്കെ നല്ലത് ഇപ്പോൾ ടൂറിസ്റ്റ് വിസ നിർബന്ധമാണ്, അല്ലെങ്കിൽ വിസ നിർബന്ധമാണ് ടൂറിസ്റ്റിനായിട്ട് പോകുന്ന ആളുകൾക്ക്. ദെൻ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കറൻ്റ്ലി വിസ എന്ന് പറഞ്ഞത് പ്രധാനം എൻട്രി വിസ ഉണ്ട്, സിംഗിൾ എൻട്രി വിസ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നുള്ള രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ടൂറിസ്റ്റ് വിസ എപ്പോഴും സിംഗിൾ എൻട്രി വിസ സാധാരണ ഇതിലുള്ളത്. ബിസിനസ് വിസ മൾട്ടിപ്പിൾ എൻട്രി വിസാസ് ആയിരിക്കും. ദെൻ ലോങ് ടേം വിസ ഒന്നുകിൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള രീതിക്കാണ് മൾട്ടിപ്പിൾ എൻട്രി വിസാസ് ആയിരിക്കും സാധാരണ ഇത് വരാറുള്ളത്. കളക്റ്റീവ് ലാൻഡിംഗ് പെർമിറ്റ്സ്, അതായത് ഗ്രൂപ്പ് ടൂറിസ്റ്റിനാണെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കളക്റ്റീവ് ലാൻഡിംഗ് പെർമിറ്റ് ആവശ്യമുണ്ട്. CLP എന്നാണ് അതിന് പറയുന്നത്. ഇതൊക്കെ പഴയ റേറ്റ് ആണ്, ഇതൊക്കെ മാറിയിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള വിസാസ് ആണ്. വിസയുടെ ഫീയും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതൊക്കെ ഈ റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്, ബട്ട് ഇതൊന്ന് വായിച്ചിട്ട് പോയാൽ മതി. ദെൻ സ്പെഷ്യൽ പെർമിറ്റ്സ്, ഇന്ത്യയിലെ പ്രധാനമായിട്ട് ചില ഏരിയാസിലേക്ക് പോകുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പെർമിറ്റ്സ് എടുക്കാനുണ്ട്. അതിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അരുണാചൽ പ്രദേശ്, ആസാം, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതത് സ്ഥലങ്ങളിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ആണ് ഇത് എടുക്കുക എന്നുള്ളതാണ്. ദെൻ കസ്റ്റംസ് റെഗുലേഷൻസ്, നമുക്ക് എത്രത്തോളം ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നോർമലി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ 3 ലിറ്ററിൻ്റെ അടുത്ത് ലിക്കറാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. അങ്ങനെ കൃത്യമായി നമുക്കത് മെൻഷൻ ചെയ്യേണ്ടി വരും. അത് കൃത്യമായി ടൂറിസ്റ്റ് ബാഗേജ് റീ എക്സ്പോർട്ട് ഫോമിലൊക്കെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ എത്രത്തോളം കറൻസി കൊണ്ടുവരുന്നത് കറൻസി ഡിക്ലറേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള വാല്യുബിൾസ് എത്രയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൃത്യമായും എംബാർക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഡിസംബാർക്കേഷൻ ടൈമിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടി വരുന്നതാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കറൻസി ഡിക്ലറേഷൻ ഫോം. നമ്മൾ ഏതൊരു ഫോറിൻ കൺട്രിയിലാണോ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള വാല്യുബിൾസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറൻസീസിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, നോർമലി എയർപോർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ സീ പോർട്ട്സിലൊക്കെ നമുക്ക് കൃത്യമായി അത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതാണ്. പിന്നെ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ എന്താണ് കറൻസി എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം വെച്ചാൽ ഈ ബ്ലാക്ക് മാർക്കറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കറൻസി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇന്ത്യയിൽ നിന്ന് ആ ഒരു പ്രോബ്ലം നിലവിലില്ല എന്നുള്ളതാണ്. നോർമലി ട്രാവൽ ഇൻഷുറൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നാച്ചുറൽ ഹ്യൂമൻ റിസ്കിനെ പറ്റിയിട്ട്, കണ്ടീഷൻ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസസിനെ പറ്റിയിട്ട് അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ഫോറിൻ ട്രാവൽ ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ഇന്റർനാഷണൽ ട്രാവൽ ഫ്രം ഇന്ത്യൻ എയർപോർട്ട് യൂസ് ചെയ്യുന്നത് 150 ഒക്കെയാണ് അന്നുണ്ടായിരുന്നത്. ഏകദേശം 450 സംതിങ് ഒക്കെയാണ് ഇന്നത്തെ രീതിയിലേക്ക് ഫോറിൻ ട്രാവൽ ടാക്സ് ഉള്ളത്. ദെൻ ഹെൽത്ത് റെഗുലേഷൻസ്, വാക്സിനേഷൻ, WHO പറയുന്ന ഡിഫറെൻ്റ് ആയിട്ട് ഇന്റർനാഷണൽ സാനിറ്ററി റെഗുലേഷൻസിൽ വാക്സിനേഷൻ, സെറൻ വാക്സിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കോവിഡ് ഇഷ്യൂസിലൊക്കെ ഇതൊരു പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കിപ്പോൾ ഈവൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമുണ്ട്. ഇപ്പോൾ ആണെങ്കിലും കർണാടകയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമുക്കിത് നിർബന്ധമാണെന്നുള്ളതാണ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ റെഗുലേഷൻസ് പറഞ്ഞു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോലീസ് ആൻഡ് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഫോറിൻ കൺട്രിയിൽ പോകുമ്പോൾ അവിടുത്തെ നിയമവും വ്യവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ആ രാജ്യത്തേക്ക് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ പബ്ലിക്കായിട്ട് ഒരു ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിരിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതേപോലെ ഡ്രഗ് അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള ലോസ് ഇന്ത്യയിലുള്ളത് കൃത്യമായും അറിഞ്ഞിരിക്കണം. ഒരു ഫോറിൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിനെ പരാതിയായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പറഞ്ഞു. ദെൻ ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള ആക്ടിലൊന്നാണ് ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട് 1972 എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇത് വരുന്നത്, സ്കൾപ്ചർ, പെയിൻറ്റിങ്, ഇതൊക്കെയാണ് ആൻറ്റിക്വിറ്റീസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള ഏതൊരു ഇതിനെയും ആൻറ്റിക്വിറ്റീസ് ആക്ടിൽ 75 ഇയേഴ്സിൻ്റെ അപ്പുറത്തുള്ള ഒരു ഇതും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആൻറ്റിക്വിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്.
ദെൻ അക്കോമഡേഷൻ ആൻഡ് കാറ്ററിംഗ് റെഗുലേഷൻസിൽ പ്രധാനമായിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പ്രധാനമായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ്. അത് ഓരോന്നിനും എന്നുള്ളത് പ്രധാനമായിട്ടുള്ളത് കൃത്യമായി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓവർ സ്റ്റേ അല്ലെങ്കിൽ റിവ്യൂസൽ ടു പേ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ തരത്തിലാണ് പോലീസിനെ വിളിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ ലോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹോട്ടൽ മാനേജേഴ്സ് എന്തൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, സി ഫോം എന്താണ്, ഗസ്റ്റിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത്, ലെങ്ത് ഓഫ് സ്റ്റേ എത്രത്തോളം വരെ എത്ര ദിവസം വരെ പറ്റും എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. കാറ്ററിംഗ് റെഗുലേഷൻസ്, ഫുഡിൻ്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള ലൈസൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റുമായി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലുള്ള എൻവയോൺമെൻറ്റ് കൺസേണിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇത്രയാണ് ഈ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ് ഉള്ളത്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് നമ്പർ 2 ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ടൂറിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൂറിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് പ്രധാനമായും നീഡ് ഫോർ ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് അതിൻ്റെ നീഡെന്നും, അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഓഫ് മെഷർമെൻറ്റ് എന്താണെന്നും, മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ ടൂറിസ്റ്റ് അറൈവൽസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ, കേരളം, അതേപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയിട്ട് പോകാം. വേൾഡ് വൈഡ് ആയിട്ട് ടൂറിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കമ്പൈൽ ചെയ്യുന്നത് UNWT ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേൾഡ് ടൂറിസം പാരാമീറ്റർ പോലെയുള്ള. അതേപോലെ തന്നെ ആനുവലി എത്ര ടൂറിസ്റ്റ് ഏതൊക്കെ രാജ്യത്ത് പോകുന്നു എന്നും ആ ട്രെൻഡൊക്കെ കൃത്യമായും മെൻഷൻ ചെയ്യുന്നത് UNWT ആണ്. ഗവൺമെൻറ് ലെവലിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവറേജ് ഇതൊക്കെയാണ് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് മാത്രം. പിന്നെ ഇതെന്തിനാണ് എടുക്കുന്നത് എന്നാണ്. നീഡ് ഫോർ ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ബെറ്റർ ആയിട്ടുള്ള ടൂറിസം പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ പോളിസി മേക്കേഴ്സിന് അവരുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ടൂറിസ്റ്റ് വരുന്നത്, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എങ്ങനെയാണ്, അവിടത്തേക്ക് വരുന്ന എത്രത്തോളം എമൗണ്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ദീസ് ആർ ദ നീഡ് ഫോർ ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ്. എപ്പോഴും നല്ലത് ഒരു essay ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ പ്രധാനമായി എന്തിനാണ് ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ 4 ബ്രോഡ് ഏരിയാസ് ആണുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ദ പെർസ്പെക്റ്റീവ്സ്, ഗൈഡ് പോളിസി ഡിസിഷൻസ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. ദെൻ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിതെടുക്കും. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതെടുക്കാറുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലത്താണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, ആ തരത്തിലേക്ക് ഏത് ഡെസ്റ്റിനേഷനാണ് എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സാധാരണ ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം എന്നുള്ളതാണ്. ദെൻ പ്രോബ്ലംസ് ഓഫ് മെഷർമെൻറ്റ്, സാധാരണഗതിയിൽ എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ഷനിൽ ഉണ്ടാവുന്നതാണ്. ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ് എന്നത് ടൂറിസ്റ്റ് എന്ന് പറയുന്നത് വേറെ വേറെ രാജ്യങ്ങളിലാണ് വരിക. ലാംഗ്വേജ് പ്രോബ്ലംസ് ഒരു പ്രധാനമായിട്ടുള്ള പ്രോബ്ലമാണ്. അതോടൊപ്പം തന്നെ ഇൻകറക്റ്റ് ഇൻഫർമേഷൻസ്, ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്നത്. ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അതേപോലെ തന്നെ ഇൻകറക്റ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കാം. ഈ ടാക്സ് ഒക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കണമെന്നുണ്ടാവില്ല. സോ അതും ഇൻകറക്റ്റ് ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്, സാധാരണ അതിൽ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പല തരത്തിലേക്ക് വരുന്നു. ഒരു സെക്കൻഡ്.
മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് സാധാരണയിൽ എവിടെ നിന്നാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഉള്ളത്. പ്ലേസ് ഓഫ് വിസിറ്റ് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഡെസ്റ്റിനേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പ്ലേസ് ഓഫ് വിസിറ്റ് മീൻസ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ഫോറിനർ വരുന്നത് ഡൽഹി ആണെങ്കിൽ ഡൽഹിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, പോയിന്റ്സ് ഓഫ് ട്രാവൽ ബിറ്റ്വീൻ ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ദ ഒറിജിൻ, ഒന്നുകിൽ നല്ലത് അവർ വരുന്ന ഫ്ലൈറ്റിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് അവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അവർ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അവരുടെ വർക്ക് എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് എടുക്കാം. ഇങ്ങനെ പല തരത്തിലേക്ക് നമുക്ക് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ഈ മെഷർ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യാൻ എന്നുള്ളതാണുള്ളത്. അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സർവേസ് ഓർ സ്റ്റഡീസ് അറ്റ് ഡെസ്റ്റിനേഷൻ. അതിൻ്റെ സർവേ എന്നുള്ളത് സ്റ്റഡീസ് അറ്റ് ഡെസ്റ്റിനേഷൻ, ഏത് ഡെസ്റ്റിനേഷനിലാണെങ്കിലും അത് കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് സർവേസ് സ്റ്റഡീസ് അറ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ടൂറിസ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് സർവേ എടുക്കുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. സർവേസ് ഓഫ് വിസിറ്റേഴ്സ് അറ്റ് ടൂറിസ്റ്റ് സൈറ്റ്സ്, അല്ലെങ്കിൽ സെൻസസ്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അക്കോമഡേഷൻ യൂണിറ്റിൽ നിന്ന്, സർവേ ഓഫ് ടൂറിസം പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ നിന്ന് ഒക്കെയാണ് പ്രധാനമായിട്ടും. സർവേസ് അറ്റ് പോയിന്റ്സ് ഓഫ് ട്രാവൽ എന്നുള്ളത് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിനിൽ നിന്നാവാം, ഫ്ലൈറ്റിൽ നിന്നാവാം, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ നമുക്ക് സർവേ എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സർവേ അറ്റ് ദ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, എവിടെയാണോ ഇവർ സാധാരണ ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകൾ അവരുടെ യൂഷ്വൽ ആയിട്ടുള്ള റെസിഡൻസ്, താമസ സ്ഥലത്ത് പോയിട്ട് സർവേ എടുക്കാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് സാധാരണഗതിയിൽ വരുന്നത്. ഓക്കെ, ദെൻ വേൾഡ് ടൂറിസ്റ്റ് അറൈവൽസ് ആൻഡ് റെസിപ്റ്റ്സ്. ഇത് എന്നുള്ളത് ഓരോരോ വർഷത്തെയും എന്നുള്ളത് എത്രത്തോളം ടൂറിസ്റ്റ് വരുന്നു എന്നുള്ളത് കൃത്യമായി എത്രത്തോളം എമൗണ്ട് ആണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് വേൾഡ് ടൂറിസ്റ്റ് അറൈവൽസ് ആൻഡ് റെസിപ്റ്റ്സ് ഉള്ളത്. ഇത് വരുന്നത് ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് അറൈവൽസ് വരുന്നത് 1951 മുതലുള്ള ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, എത്രത്തോളം ദിവസം ഇന്ത്യയിൽ വരുന്നുണ്ട്, ഇന്ത്യൻസ് ഗോയിങ് അബ്രോഡ് എത്രത്തോളം പുറത്തേക്ക് പോകുന്നു, ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എത്രയാണ്, ഫോറിൻ ടൂറിസ്റ്റ് സർവേസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. നോർമലി ഇതൊക്കെയും നമുക്ക് പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും പഴയ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ളത്. 1996 ഒക്കെ ഉള്ളതാണുള്ളത്. ബട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ളത് പുതിയതായിട്ടുള്ള ഒരു ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. 2019 ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് കേരള ടൂറിസത്തിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യയിലെയും ഇന്ത്യ ടൂറിസത്തിൻ്റെയും ഒക്കെ PDF ഫയൽസ് അവൈലബിൾ ആണ്. ഞാനത് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പൊതുവിൽ പറയാനുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഡിസംബറിൽ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യനാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ടൂറിസം അതിനകത്ത് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്. നോർമലി 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അതിപ്പോൾ അസൈൻമെൻറ്റ്സിനാണെങ്കിലും 10 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ ഉണ്ടാവുക. അതിനകത്ത് നമ്മൾ എഴുതേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, 20 മാർക്സ് ആണ് ഒരു essay ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 600 വേർഡ്സ് അല്ലെങ്കിൽ 6 പേജസ് നിങ്ങൾ നിർബന്ധമായും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അസൈൻമെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റിനെ പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ വേർഡും, എത്ര വേർഡ്സ് ആണെന്നുള്ളത്. 600 വേർഡ്സ് നിങ്ങൾ കൃത്യമായും പാലിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 6 പേജസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കണ്ടന്റും കൃത്യമായി മെൻഷൻ ചെയ്യുന്നതാണ്. ഡിഫൈൻ ടൂറിസം, ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസം. നമ്മൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. ഇന്റർനാഷണൽ ടൂറിസം പറഞ്ഞിട്ടുണ്ട്, ഡൊമസ്റ്റിക് ടൂറിസം പറഞ്ഞിട്ടുണ്ട്, ഓൾട്ടർനേറ്റീവ് ടൂറിസം പറഞ്ഞിട്ടുണ്ട്, സസ്റ്റൈനബിൾ ടൂറിസം, അങ്ങനെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസം ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ടത് VFR, വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഒരുപാട് ക്ലാസിഫിക്കേഷൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്വഞ്ചർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെയും, പിൽഗ്രിം ടൂറിസം, പിൽഗ്രിമേജ് ടൂറിസം, ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെയാണുള്ളത്. ഏകദേശം നല്ലത് 6 പേജസ് എഴുതാൻ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത ഏരിയ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെ 20 മാർക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് വൈ ഈസ് ടൂറിസം ബീങ് കോൾഡ് ആൻ ഇൻഡസ്ട്രി. ടൂറിസം എന്തുകൊണ്ടാണ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ദെൻ ഇന്ന് നമ്മൾ പറഞ്ഞില്ല, ഡിസ്കസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ദ ടൂറിസം ഇൻഡസ്ട്രി. essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ കമ്പൈൻ ചെയ്തിട്ടാണുള്ളത്. കൃത്യമായും ടൂറിസം എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി ആയിട്ട് പറയുന്നത് എന്നുള്ളത് കൃത്യമായും എന്നുള്ളത് പ്രോഫിറ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ലോസ് ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അതൊക്കെ കൂടി വരുമ്പോൾ ഇൻഡസ്ട്രീസ് ആണ് സാധാരണ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രീസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ പ്രൈമറിയും സെക്കൻഡറി കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി അതേപോലെ തന്നെ ആൻസറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ്.
ആക്ച്വലി എന്താണ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് വെച്ചിട്ടേ ഉള്ളൂ എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. പ്രധാനമായും ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷർമെൻറ്റ് ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയായിരുന്നു ടൂറിസം സ്റ്റാറ്റിസ്റ്റിക്സ്. ടൂറിസം പോളിസി മേക്കേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് അവർ ഇനി എങ്ങോട്ടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ സഹിതം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ബ്ലോക്കുകളിൽ നിന്നായിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും സെക്കൻഡ് ബ്ലോക്കിലായിട്ട് 3 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി ബാക്കിയുള്ള പോർഷൻസ് ആണ് സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ടൂർ എന്നൊക്കെ പറയുന്നത്. ടൂറിസം ഇമ്പാക്ട്സ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. 3 പ്രധാനമായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും ഒരു 10 മാർക്സ് ഇവിടെ ചോദിച്ചു. എക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ട്. ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഇമ്പാക്ട്സ് നിങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്ത് വെക്കുക. ഈ 10 മാർക്സിന് എഴുതുന്ന സമയത്ത് 3 pages എങ്കിലും നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. അതായത് 300 വേർഡ്സിലേക്ക് നിങ്ങളത് മാറ്റുക എന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്കസ് ഇൻ ബ്രീഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് അക്കോമഡേഷൻ ഇൻ ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. പ്രൈമറി അക്കോമഡേഷൻ യൂണിറ്റ്സ് ഉണ്ട്, സെക്കൻഡറി അക്കോമഡേഷൻ യൂണിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഇനി പഠിക്കും നെക്സ്റ്റ് ഡേ നമ്മളതുമായി ബന്ധപ്പെട്ട്. ഡിഫൈൻ എ ട്രാവൽ ഏജൻസി. ട്രാവൽ ഏജൻസി എന്താണുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ ട്രാവൽ ഏജൻസി എന്താണെന്നുള്ളത് ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻസ്, ബ്രീഫ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ട്രാവൽ ഏജൻസി. ബ്രീഫ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ട്രാവൽ ഏജൻസി മീൻസ് ഫങ്ഷൻസ് ഓഫ് ട്രാവൽ ഏജൻസിയാണത്. ഓക്കെ, ട്രാവൽ ഏജൻസി ഈസ് ആക്ടിങ് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ടൂറിസ്റ്റ്. അറിയാലോ, നമ്മൾ പറഞ്ഞാണത്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് വരുന്നത്? പ്രൊവിഷൻ ഓഫ് ട്രാവൽ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ഓഫ് ഐറ്റിനറി, അതേപോലെ തന്നെ റിസർവേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൂർ പോസ്റ്റിംഗ് ഷീറ്റ് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റിംഗ്? അത് നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ മൊഡ്യൂൾ തന്നെ വരുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പോകും. പിന്നെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള 2 ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. മൊഡ്യൂളിൽ ഒരു ബ്ലോക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ബ്ലോക്ക് നമ്പർ 7 പ്ലാനിങ്ങിൻ്റെ ഇത് വരുന്നത്. ലോക്കൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ഹോസ്റ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത്രയാണ് ഇത് വരുന്നത്. സോ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ബ്ലോക്കിൽ നിന്ന് തന്നെ ഏകദേശം 20, 40, 60, 70 മാർക്കിൻ്റെ ചോദ്യം ഇപ്പോൾ 3 ബ്ലോക്കുകളിൽ നിന്നായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. ഓക്കെ, സോ അത്രയും രീതിയിൽ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ബ്ലോക്കുകളെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻസ് ഉണ്ടെങ്കിൽ അത് പറയാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഏതൊക്കെ പോർഷൻസിലാണ് ഡൗട്ട്സ് ഉള്ളത് അത് കൃത്യമായി ചോദിക്കാം. പിന്നെ അസൈൻമെന്റ്സും എന്ന് പറയുന്നത് ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വെബ്സൈറ്റിലേക്ക് പോവുക, ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോയാൽ അതിൻ്റെ ഇതുണ്ടാവും. കൃത്യസമയത്ത് തന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യാം. അടുത്ത ചാൻസിൽ തന്നെ TS1 എക്സാം എഴുതുക. ഓക്കെ, ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാവോ? പറയൂ. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് പറഞ്ഞായിരുന്നു ടൈം, അത് ഇന്റർനാഷണൽ ട്രാവലിംഗിൽ മാത്രമാണോ അങ്ങനെയാ വരിക? ഡൊമസ്റ്റിക്കിനേക്ക് നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇന്റർനാഷണൽ ജേർണിയിൽ നിന്ന്, ഇന്റർനാഷണൽ ടൂറിസത്തിൽ നമുക്ക് ക്ലാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 2 തരത്തിലാണ്. ഇൻബൗണ്ട് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മുടെ ഹോം കൺട്രിയിലേക്ക് വരുന്നതിനാണ് ഇൻബൗണ്ട് എന്ന് പറയുന്നത്. ഔട്ട്ബൗണ്ട് മീൻസ് എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ്. നിങ്ങളിപ്പോൾ നിതിനിപ്പോൾ സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്ബൗണ്ട് പറയുന്നത്. സോ ഒരു ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട്ബൗണ്ട് എന്നുള്ള രീതിയിലാണ് പറയുക. ഡൊമസ്റ്റിക് എപ്പോഴും പറയുന്നത് എന്റെ ഡൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കൊച്ചിൻ ആൻഡമാനിലേക്കൊക്കെ പോകുന്നതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ? ഇല്ലില്ല, അത് നോർമലി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൂറിസം എന്നുള്ള രീതിയിലേക്കാണ് അത് വരുന്നത്. ഓക്കെ, വെൽക്കം. വേറെ ഫസ്റ്റ്, തേർഡ് 3 ബ്ലോക്കുകൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഈ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ് TS1 ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്. അത് 3 തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ അതത് ബ്ലോക്കുകളിൽ നിന്ന് ചിലപ്പോൾ നമ്മളത് ഇതൊന്നും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല.
TS1 ഉള്ളത് 9 ബ്ലോക്കുകളിലായിട്ട് 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. എല്ലാ ബ്ലോക്കുകൾക്കും ഈക്വൽ ആയിട്ടുള്ളത്. പക്ഷേ ഇതിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പോകാവുന്നതാണ്. പിന്നെ ആ ഒരു വേർഡിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും 600 വേർഡ്സ് അല്ലെങ്കിൽ 6 പേജസ് എന്ന് പറഞ്ഞത് അസൈൻമെന്റ് എഴുതുമ്പോഴാണെങ്കിലും എക്സാം എഴുതുമ്പോഴാണെങ്കിലും അത് കീപ്പ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുക. സോ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വരുന്നത് ഇതായിരിക്കും. ഏതാണ്? ബ്ലോക്ക് നമ്പർ 3, 4 ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്ന രീതിയിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. 3, 4, 5 ബ്ലോക്ക് തീർക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മനു, ഹലോ. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.